ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള കിന്യ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ, അതേപോലെ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ തുടങ്ങിയിട്ടുള്ള ആദരണീയരും ബഹുമാന്യരുമായിട്ടുള്ള ഭാരവാഹികൾ, ബഹുമാന്യരായിട്ടുള്ള ഉസ്താദുമാർ, ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ മഹല്ല് കമ്മിറ്റിയിലെ പ്രസിഡൻറ്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, ട്രഷറർ അടക്കമുള്ള ഏറ്റവും ആദരണീയരായിട്ടുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, നമ്മുടെ മഹത്തായ പരിപാടിയെക്കുറിച്ചിട്ട് സ്വാഗത ഭാഷണത്തിലും അതേപോലെ തന്നെ ആശംസകളിലൊക്കെയായി വളരെ അതിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസമാണ്. ഈ മഹത്തായ റമളാൻ മാസത്തിൽ നിങ്ങളെല്ലാവരും വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സ്വാലിഹായ ഒരമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ നാളെ അവൻ്റെ സുഖലോലുപമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുക എന്നതാണ്. റമളാൻ മാസമാണ്. എല്ലാവരും രാവിലെ കുറച്ചു നേരം വിശ്രമിക്കുന്ന സമയത്താണ് നിങ്ങളെല്ലാവരും വന്നിട്ടുള്ളത്. വരുമ്പോൾ തന്നെ ഞാനിങ്ങനെ ഉസ്താദിനോട് ചോദിച്ചു, ഇവിടെ കുറേ കസേരകളും ടേബിളുകളൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞത് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ പഠിക്കുന്ന മലയാളി കുട്ടികളും കർണാടകയിലെ കുട്ടികൾക്കൊക്കെ നോമ്പ് തുറക്കാനും നാട്ടുകാർക്കൊക്കെ ആയിട്ട് ഏകദേശം ഒരു ദിവസം 15,000 രൂപയോളം ചെലവഴിച്ചുകൊണ്ട്, അങ്ങനെ നോക്കുമ്പോൾ മാസത്തിൽ 5 ലക്ഷത്തിനടുത്ത് രൂപ ചെലവഴിച്ചുകൊണ്ട് 400 ആളുകൾ പങ്കെടുക്കുന്ന വലിയ ഇഫ്താർ ഇവിടെ വൈകുന്നേരങ്ങളിൽ നടക്കാറുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ആരാണോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, ആരാണോ അതിനു വേണ്ടി സംഭാവന കൊടുക്കുന്നത്, അതിനെയൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതൊക്കെ വലിയ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ പള്ളികളിലേക്ക് ആളുകളെ അടുപ്പിക്കാനും നമ്മുടെ സംസ്കാരത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമ്മൾക്ക് അവരിൽ ഒരാളായി മാറാനുമുള്ള വലിയ അവസരങ്ങളായിട്ട് നമ്മളിതിനെ കാണണം. അപ്പം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ സന്തോഷം തോന്നുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിനകത്ത് നടക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ വലിയ രൂപത്തിലുള്ള കോളേജും ജാമിയ ദാറുസ്സലാം അൽ ഇസ്ലാമിയ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലൊന്ന് 1976 രൂപീകൃതമായി മഹാനായ നന്ദിയിൽ ഉസ്താദ് രൂപീകരിച്ച് ലോകത്തോളം വളർന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ കുത്തുബും മുജദ്ദിദും ഷെയ്ഖും ഒക്കെ ആയിരുന്ന ഷെയ്ഖുന ശംസുൽ ഉലമ ലോകപ്രസിദ്ധമാക്കിയിട്ടുള്ള ജാമിയ ദാറുസ്സലാം അൽ ഇസ്ലാമിയുടെ അഫിലിയേറ്റഡ് സ്ഥാപനം നിരവധി വിദ്യാർത്ഥികളുമായിട്ട് ഇവിടെ പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് പുതിയ അധ്യയന വർഷമൊക്കെ വരുമ്പോൾ നിരവധി കുട്ടികളെയൊക്കെ അതിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നടത്തണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. സുദീർഘമായി ആമുഖം സംസാരിക്കാതെ നേരെ വിഷയത്തിലേക്ക് കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്, ചെറിയ രാജ്യമൊന്നുമല്ല. ഒന്നെല്ലാവരും ഒന്ന് എണീറ്റെന്ന് പെട്ടെന്ന് ഒന്ന് അടുത്ത് നിൽക്കുന്നതൊക്കെ നല്ലൊരു ഷെയ്ക്കാൻ്റെ ഓടിക്ക്, ആരായാലും കുഴപ്പമില്ല. നമ്മുടെ രാജ്യം വലിയ രാജ്യമാണ്, കുറേ വർഷത്തെ പാരമ്പര്യമുള്ള രാജ്യമാണ്.
മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വെളിച്ചവുമായിട്ട് ഇന്ത്യയിലേക്ക് ആളുകൾ കടന്നു വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുള്ളത്. ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഇന്ത്യയാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും ഭൂട്ടാനും ഒക്കെ ചേർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭൂഖണ്ഡങ്ങളിലൊന്നായിട്ടുള്ള ഇന്ത്യ സബ് കോണ്ടിനെൻ്റായിരുന്നു ആദ്യകാലത്ത്. പിന്നീടാണ് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയപ്പോൾ പല രാജ്യങ്ങളും വേർപെട്ടു പോയി ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിലേക്ക് നമ്മൾ ഒതുങ്ങിയത്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ബ്രിട്ടീഷുകാരൻ്റെ പതാകയായ യൂണിയൻ ജാക്കിനെ താഴോട്ടിറക്കിക്കൊണ്ട് ഇന്ത്യയുടെ മൂവർണ്ണ പതാക വാനിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. അതിനുശേഷം ഇന്ത്യയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1950 ജനുവരി 26 ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക്കായി. ആ റിപ്പബ്ലിക്കാവുമ്പോൾ ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ടായി. ആ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സെക്യുലർ ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് കൺട്രി എന്നാണ്. അതിൽ പറയുന്ന ഒരു പദം സെക്കുലർ, മതേതരത്വ രാജ്യമാണ് ഇന്ത്യ. എന്താണ് മതേതരത്വം എന്ന് പറയുന്നത്? എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാനും ആ മതങ്ങൾ അനുസരിച്ച് കൊണ്ട് അവർക്ക് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിനകത്തുണ്ട്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25-ലും 26-ലും അത് പറയുന്നുണ്ട്. ഇഷ്ടമുള്ള മതം അനുസരിക്കാം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, ഇഷ്ടമുള്ള മതം അനുസരിച്ച് ജീവിക്കാം, ആ മതം നിങ്ങൾക്ക് പ്രബോധനം ചെയ്യാനും ആ മതത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയപ്പോൾ, രാജ്യത്തിൻ്റെ ഭരണരീതിയിലൊക്കെ മാറ്റങ്ങളുണ്ടായപ്പോൾ, മതേതര സ്വഭാവമുള്ള ഭരണാധികൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരുന്നപ്പോൾ പിന്നീട് അധികാരത്തിൽ കയറി വന്ന ആളുകൾ അതൊന്നും മനസ്സിലാക്കാതെ പോയി. അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെക്കുറിച്ച് പറയാനൊന്നുമില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയാനില്ല, ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് പറയാനില്ല, ഈ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് ഇന്നലകളെക്കുറിച്ച് അവർക്ക് സംസാരിക്കാനില്ല. എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തണം, ഏത് വിധേനയും അധികാരത്തിലെത്തണം. ആ അധികാരത്തിലെത്താൻ അവർ കണ്ടിട്ടുള്ള കുറുക്ക് വഴി എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ജനസംഖ്യ അനുസരിച്ച് അവരെ ഡിവൈഡ് ചെയ്യുക എന്നതാണ്. ബ്രിട്ടീഷുകാരൻ 1900-കളിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഡിവൈഡ് ആൻഡ് പോളിസി എന്ന് പറയുന്ന തമ്മിൽ അകറ്റുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇന്ത്യ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുമിച്ച് നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ പോരാട്ടം നടത്തുമ്പോഴാണ് അവർ പല കള്ളങ്ങളും പടച്ചുവിട്ടത്. അവർ പറഞ്ഞത് തോക്കുണ്ടാക്കുന്നതിൻ്റെ നിൻ്റെ തിരയിൽ പന്നിയുടെ കൊഴുപ്പുപയോഗിക്കുന്നു, പശുവിൻ്റെ മാംസം ഉപയോഗിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ രണ്ടുപേരും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഈ നാട്ടിനകത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെ അധികാരത്തിൽ കയറി വന്ന ആളുകൾ ഇടയിൽ എപ്പോഴൊക്കെ അധികാരത്തിൽ കയറി അവർ പോയിട്ടുണ്ട്, പിന്നീടും അവർ ഭരണത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ 2010 ശേഷം ഈ രാജ്യത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വലിയൊരു മാറ്റമുണ്ടായി. അങ്ങനെ അധികാരത്തിൽ കയറി വന്ന ആളുകൾ 2014 അധികാരത്തിൽ കയറി വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഈ രാജ്യത്തിൻ്റെ അധികാരം നിലനിർത്തുക എന്നതൊരു അജണ്ടയായി മാറി. അതിനവർ കണ്ടിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് വികസനത്തെക്കുറിച്ച് സംസാരിക്കാനോ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനോ അവർക്ക് പറ്റില്ല. അങ്ങനെ അവർക്ക് അധികാരത്തിൽ കയറാൻ കഴിയില്ല. അപ്പം അതിന് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഞങ്ങൾ എതിരാണ്, ഇവിടുത്തെ ഭൂരിപക്ഷമായിട്ടുള്ള ആളുകൾ കൂടെ ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണ് എന്ന വൈകാരികമായ ചിന്തകൾ ഉണ്ടാക്കിയിട്ടാണ് അധികാരത്തിൽ കയറിയത്. അതിൻ്റെ ഏറ്റവും വലിയ ഇരയാക്കപ്പെട്ടവർ മുസ്ലിം സമുദായമാണ്. മുസ്ലിം സമുദായമാണ് ഇരയാക്കപ്പെട്ടവർ. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് NRC കൊണ്ടുവരുന്നത്. ശരിയായ അർത്ഥത്തിൽ അത് നടപ്പിലാക്കപ്പെടുകയാണെങ്കിൽ ഗുണകരമാവുന്ന ചില കാര്യങ്ങൾക്കപ്പുറത്ത് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. പൗരത്വം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെക്കുറിച്ച് സംസാരങ്ങൾ എത്തി. ഒരു സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടേതായ വിഷയങ്ങളിൽ മാത്രം ഈ രാജ്യത്തിനകത്ത് ഓരോരുത്തർക്കും വ്യക്തിപരമായ നിയമങ്ങളുണ്ട്. അത് മുസൽമാനുണ്ട്, അത് ഹൈന്ദവർക്കുണ്ട്, അവരുടെ ഹിന്ദു മാരേജ് ആക്റ്റും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. ക്രിസ്ത്യൻ മാരേജ് ആക്ട് ഉണ്ട്, അവരുടെ സ്വത്ത് എന്താണ് അനന്തരാവകാശമായി സംബന്ധിച്ച രേഖകളും നിയമങ്ങളും അപ്പുറത്തുണ്ട്.
അതെല്ലാം നിലനിൽക്കെ ഒരു സമുദായത്തിൻ്റെ മാത്രം അനന്തരാവകാശത്തിൽ ഇടപെടുക, അവരുടെ വിവാഹപരമായിട്ടുള്ള തൊലാഖിൻ്റെ വിഷയത്തിൽ ഇടപെടുക, അവരുടെ ശരീഅത്തിൽ ഇടപെടുക, അതേപോലെ തന്നെ അവരുടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ഈ രാജ്യത്ത് ഞങ്ങൾ അവരുടെ ശത്രുക്കളാണ്, ഞങ്ങൾ നിങ്ങളുടെ ആളുകളാണ് എന്ന് വരുത്തി തീർത്തി അധികാരത്തിൽ കയറിയിട്ടുള്ള ആളുകൾ ഓരോ ഘട്ടങ്ങളിലും എന്താണ് പുതുതായി കിട്ടുന്നത് എന്ന് പഠിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പുതുതായി എന്ത് കിട്ടുന്നു എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വഖഫ് വരുന്നത്. വഖഫുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ പണ്ടുകാലത്ത് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരികയും ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ ഇവർക്കെതിരെ തീരുമാനമെടുക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയും കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനുള്ള കുതന്ത്രമായി അതിനെ മാറ്റുകയും അതിനുശേഷം പല രൂപത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. പുറത്തുനിന്ന് ഒരാൾ, നിഷ്പക്ഷനായിട്ടുള്ള ഒരാൾ ആ നിയമം വായിച്ചു നോക്കിയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല നിയമമാണെന്ന് തോന്നിപ്പോകും. പക്ഷെ കാലങ്ങളായി വഖഫും മറ്റുള്ള അനുബന്ധ പരിപാടികളും നടത്തി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പലതരത്തിൽ പല കോലത്തിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടാൻ കഴിയും. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഒരു തീരുമാനം എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ തീരുമാനത്തിനനുസരിച്ച് കൊണ്ട് നമുക്ക് നീതിപീഠങ്ങളിൽ നിന്ന് നീതി ലഭ്യമാകുന്നത് വരെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾ കണ്ടതാണ് ബാബരി മസ്ജിദിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട്. അത് വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുകയില്ല. എങ്കിലും ബഹുമാനപ്പെട്ട കോടതി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് അനുകൂലമാകുന്ന രൂപത്തിൽ അവിടെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ പല സംഗതികളും ഉണ്ടായിരുന്നില്ല എന്ന് ആധികാരികമായി പറഞ്ഞതിന് ശേഷം അവിടെ അമ്പലം നിർമ്മിക്കാനും ഇപ്പുറത്ത് പള്ളി നിർമ്മിക്കാനും ഒക്കെയുള്ളൊരു തീരുമാനം വരികയാണ്. ആ തീരുമാനം വന്നു. ഈ രാജ്യത്തിലെ ജനങ്ങളത് അംഗീകരിച്ചു. കാരണം ബഹുമാനപ്പെട്ട നീതിപീഠം എടുത്തൊരു തീരുമാനമാണ്. അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ നാട്ടിനകത്തുണ്ട്. പരമോന്നതമായിട്ടുള്ള നീതിപീഠങ്ങളിൽ നിന്ന് നമുക്ക് നീതി ലഭിക്കുമോ എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ വഖഫുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വരുന്നത്. നമ്മുടെ രാജ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമ്പന്നമായിട്ടുള്ള രാജ്യമാണ്. ഇവിടേക്ക് മുസ്ലിങ്ങൾ കടന്നു വന്നു. ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ മുസ്ലിങ്ങൾ നിരന്തരമായിട്ടുള്ള ഭരണം നടത്തിയിട്ടുണ്ട്. ഈ ഭരണം നടത്തിയ കാലഘട്ടങ്ങളിലെല്ലാം ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മുസ്ലിങ്ങൾ പോരാടിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ സുൽത്താൻമാർ ഭരണം നടത്തിയിട്ടുണ്ട്. അതിനുമുമ്പ് ഗോറികൾ ഭരണം നടത്തിയിട്ടുണ്ട്. തുഗ്ലക്കുമാർ ഭരണം നടത്തിയിട്ടുണ്ട്. 1526 ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയിട്ട് ലഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ വരുന്നു, ജഹാംഗീർ വരുന്നു, ഷാജഹാൻ വരുന്നു, അക്ബർ വരുന്നു, ഔറംഗസേബ് വരുന്നു, ഷെർഷ വരുന്നു. എണ്ണിയാലൊടുങ്ങാത്ത മുസ്ലിം രാജാക്കന്മാർ മുഗൾ ഭാഗത്തുണ്ടായിരുന്നു. ഇപ്പുറത്തേക്ക് വരുമ്പോൾ സുൽത്താൻ ഹൈദരലിയും ടിപ്പു സുൽത്താനും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഈ രാജ്യത്തിൻ്റെ പൈതൃകത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ ആളുകളാണ്. ഡൽഹിയിലെ ചെങ്കോട്ട മുസൽമാന്റെ സംഭാവനയാണ്. ആഗ്രയിലെ താജ്മഹൽ മുസൽമാന്റെ സംഭാവനയാണ്. ഫത്തേപൂർ സിക്രി മുസൽമാന്റെ സംഭാവനയാണ്. തലയുയർത്തി നിൽക്കുന്ന കുത്തബ് മീനാർ മുസൽമാന്റെ സംഭാവനയാണ്. ഇതെല്ലാം ഈ രാജ്യത്തിന് സമ്മേളിച്ചു കൊടുത്തത് ഇവിടുത്തെ മുസ്ലിം സമുദായമാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ മുസ്ലിം സമുദായം വെറുതെ ഇരുന്നിട്ടില്ല. അന്ധമായിട്ടുള്ള രാജ്യസ്നേഹം ഈമാനിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിച്ചിട്ടുള്ള ആളുകളാണ്. തൻ്റെ പ്രിയപ്പെട്ട അലി സഹോദരന്മാരോട് മാതാവ് പറയുന്നുണ്ട്, നിങ്ങൾ പോരാട്ടത്തിനിറങ്ങണം. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നിങ്ങൾ പോരാട്ടത്തിനിറങ്ങണം. ഒന്നുകിൽ 6 അടി ഭൂമി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിൻ്റെ തെരുവിലേക്ക് ഇറങ്ങിയ അഷ്ഫഖുല്ലാ ഖാൻ മഹത്തായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളിയാണ്. ചെറിയ ആളൊന്നുമല്ല മൗലാന മുഹമ്മദ് അലി ജൗഹർ. മൗലാന മുഹമ്മദ് അലി ജൗഹർ വലിയ ഖുർആൻ പണ്ഡിതനായിരുന്നു. അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി നിയമം പഠിച്ച ആളാണ്. പക്ഷെ പഠനം പൂർത്തിയാക്കിയിട്ടില്ല. ഈ രാജ്യത്ത് വന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയോടക്കമുള്ള ആളുകളോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. വട്ടമേ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. വട്ടമേ സമ്മേളനത്തിൽ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതിശക്തമായി സംസാരിച്ചത് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ജൗഹറാണ്. സംസാരത്തിനിടയിൽ പ്രവാചകന്റെ പേര് പരാമർശിച്ചപ്പോൾ അതിവിടെ പരാമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് മഹാനായ മുഹമ്മദ് അലി ജൗഹർ പറയുന്നുണ്ട്, ഇഫ് യു ആസ്ക് അബൌട്ട് മൈ റിലീജിയൻ ഫസ്റ്റ്ലി സെക്കൻഡ്ലി ഫൈനലി ഐ ആം എ മുസ്ലിം. നിങ്ങൾ എൻ്റെ മതത്തെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഞാനൊരു മുസൽമാനാണ്. നിങ്ങൾ എൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഇഫ് യു ആസ്ക് അബൌട്ട് മൈ റിലീജിയൻ ഫസ്റ്റ്ലി സെക്കൻഡ്ലി ഫൈനലി ഐ ആം എൻ ഇന്ത്യൻ. നിങ്ങൾ എൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞിട്ടുണ്ട്.
സുൽത്താൻ ഹൈദരലിയും അതേപോലെ തന്നെ ടിപ്പു സുൽത്താനും ഒക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ നിരന്തരമായ പോരാട്ടത്തിൽ ഏർപ്പെട്ടതാണ്. ചരിത്രങ്ങൾ വളച്ചൊടിക്കപ്പെട്ട് അവരെല്ലാം വർഗീയവാദികളാക്കി, അവരെല്ലാം തീവ്രവാദികളാക്കി, ഈ നാടിനൊന്നിനും കൊള്ളാത്തവരായി ചരിത്രം റീക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അഭിമാനബോധത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയണം, അവരൊക്കെ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ട ഭൂമികയിലായിരുന്നു. മലപ്പുറത്തെ കോട്ടക്കുന്നിന്റെ മുകളിൽ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നെഞ്ചു വിരിച്ചത് ബ്രിട്ടീഷുകാർക്ക് നേരെയാണ്. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. വെടിവെച്ച് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് മഹാനായിട്ടുള്ള വാരിയം കുന്നത്ത് ബ്രിട്ടീഷ് പോലീസുകാരോട് പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ എനിക്ക് വെടിവെക്കുമ്പോ എന്റെ കൈകൾ കെട്ടിയിടാൻ പാടില്ല, എന്റെ കണ്ണുകൾ കെട്ടിയിടാൻ പാടില്ല, എന്നെ സ്വതന്ത്രനാക്കി നിർത്തിയിട്ട് എന്റെ കൺമുമ്പിൽ വന്ന് എന്റെ നെഞ്ചിൻ കൂടിലേക്ക് വെടിവെക്കണമെന്ന് പറഞ്ഞത് മഹാനായ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബ് അവറുകളാണ്. ബ്രിട്ടീഷുകാരൻ ഒറ്റുകൊടുത്ത ചേക്കുട്ടിയുടെ തലയറുത്തിട്ട് ഒരു കയ്യിൽ ചേക്കുട്ടിയുടെ തലയുമായി കടന്നുപോയത് വാരിയം കുന്നത്താണ്. അങ്ങനെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ വലിയ മാനങ്ങൾ നൽകിയിട്ടുള്ള ആളുകൾ മുസൽമാന്മാരാണ്. മഹാനായിട്ടുള്ള ഔറംഗസേബ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പോരാട്ടം നടത്തിയിട്ടുള്ള ആളാണ് ബഹദൂർ ഷാ സഫർ. ഔറംഗസേബ് അല്ല, ബഹദൂർ ഷാ സഫർ. അദ്ദേഹത്തെ പിന്നീട് റങ്കൂണിലേക്ക് നാടുകടത്തുന്നുണ്ട്. ആ റങ്കൂണിലേക്ക് നാടുകടത്തിയ സമയത്ത് അദ്ദേഹത്തെ അവിടുത്തെ ജയിലിലാക്കിയ സമയത്ത് എല്ലാ ദിവസവും അദ്ദേഹം നിസ്കരിക്കാൻ പോകുമ്പോൾ കയ്യിലൊരു പൊതി കൊണ്ടുപോകുമായിരുന്നു, ഒരു കെട്ട്. അതിങ്ങനെ കൊണ്ടു നടക്കും. ആളുകളൊക്കെ വിചാരിച്ചു രാജാവല്ലേ, എന്തോ വലിയ വജ്രം അല്ലെങ്കിൽ രത്നം കൊണ്ടുപോവുകയാണ്. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ട സമയത്ത് ആളുകളൊക്കെ ഓടിക്കൂടി ഈ കെട്ട് തുറന്നു നോക്കിയാണ്. ആ കെട്ട് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് മണ്ണാണ്. അതിലൊരു കുറിപ്പും എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്, ഞാനിനി ഇന്ത്യ രാജ്യത്തേക്ക് തിരിച്ചു പോകുമെന്ന് എനിക്ക് ഉറപ്പില്ല, അതെന്റെ മാതൃരാജ്യമാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കവിളിനോട് ചേർത്ത് വെക്കാൻ എൻ്റെ രാജ്യത്തു നിന്ന് വാരിക്കൊണ്ടുവന്ന കുറച്ച് 3 പിടി മണ്ണാണ് ഇത് എന്ന് ആ മണ്ണ് എഴുതിയിട്ടൊരു കടലാസ് എഴുതി വെക്കാൻ ഒരു രാജ്യസ്നേഹിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുസൽമാന്റെ സംഭാവനയാണ്. ഇവിടെ എല്ലാവരും ഒരുമിച്ച് നിന്നവരാണ്. ഇവിടുത്തെ ഹൈന്ദവനും ക്രിസ്ത്യാനിയും മുസൽമാനും തോളോട് തോളുരുമി നിന്നു. ആരും ഒരു പ്രശ്നമുണ്ടായില്ല, ആർക്കും എതിരഭിപ്രായങ്ങൾ ഉണ്ടായില്ല. എവിടെയൊക്കെയോ ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എവിടെയൊക്കെയോ ചെറിയ ഗലാട്ടകൾ എന്ന് പറയുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്? ഒരു സമുദായത്തിനെതിരിൽ അതിശക്തമായി അവരെ ഒതുക്കണം. ഒന്ന് സാമൂഹികമായി അവരെ ഇല്ലാതെയാക്കണം, സാംസ്കാരികമായി അവരെ ഇല്ലാതെയാക്കണം. ഈ സമുദായം വലിയ ഉന്നമതി നേടിയിട്ടുണ്ട്, ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടായി, സാംസ്കാരികമായ പുരോഗതി ഉണ്ടായി, സാമൂഹികമായ പുരോഗതി ഉണ്ടായി, സാമ്പത്തികമായ പുരോഗതി ഉണ്ടായി. ഈ രാജ്യത്ത് അഭിമാനബോധത്തോടുകൂടി ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞു ഈ രാജ്യത്തിന്റെ ജീവിത രീതിയോട് സമരസപ്പെട്ട് പോരാട്ടം നടത്തി ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞു, പലതരത്തിൽ പല കോലത്തിൽ. പക്ഷേ ഇതിനോടൊന്നും സമരസപ്പെടാതെ ഇതിന്റെ പിറകിലൊക്കെ നിന്ന് പല ആളുകളും പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. അപ്പൊ അവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഇതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ പലതരത്തിൽ മുസ്ലിം സമുദായത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വളരെ ആസൂത്രിതമായിട്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ് വഖഫ്. വഖഫിൽ തൊട്ടാൽ മുസ്ലിങ്ങൾക്ക് വേദനിക്കുമെന്നറിയാം. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു വസ്തു വഖഫാക്കി കഴിഞ്ഞാൽ അത് അള്ളാഹുവിനുള്ളതാണ്, പിന്നീട് അതിൽ അയാൾക്ക് അധികാരമില്ല. നമ്മൾ നിസ്കരിക്കുന്ന പള്ളിയും സ്ഥലവും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആളുകൾ കൊടുത്തതാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ കൊടുത്തതാണ്. നമ്മുടെ ഈ കാലത്ത് ആരാ കൊടുക്കുന്നത്? വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉള്ളൂ. ഉള്ളവർ പോലും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തത് പലതിനും എന്തുണ്ടാവില്ല, രേഖകളുണ്ടാവില്ല, വാക്കാൽ പറഞ്ഞതാണ്. വാക്കാൽ പറഞ്ഞിട്ടാണ് പലയിടത്തും എന്താണ് വഖഫ്. ഞാനിത് ഒരു ഉസ്താദിന്റെ സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ അവിടുത്തെ കാളിയുടെ സാന്നിധ്യത്തിലോ ഞാൻ ഈ പറയുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ ഇന്നാലിന്ന പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യുന്നു എന്ന് വാക്കാൽ പറഞ്ഞിട്ടുള്ള വഖഫാണ് നമ്മുടെ രാജ്യത്തുള്ളത്. എത്ര ലക്ഷം കോടി വഖഫുണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? 1.5 ലക്ഷം കോടി ഈ രാജ്യത്തിന്റെ വഖഫ് സ്വത്തുക്കളുടെ മൂല്യം. എല്ലായിടത്തും വഖഫ് എന്ത് ചെയ്തിട്ടുണ്ട്? പിടിച്ചടക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന രൂപത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ച് നമ്മുടെ ഭൂമി നമുക്ക് തന്നെ തിരിച്ചു കിട്ടാനുള്ള ഒരു ശ്രമം നടത്തണം. ഇതിൻ്റെ കൂടെ ആരൊക്കെ കൂടിക്കൊടുത്തു? ഷിയാക്കൾ കൂടിക്കൊടുത്തു, ബോറികൾ കൂടിക്കൊടുത്തു, അഹമ്മദിയാക്കൾ കൂടിക്കൊടുത്തു. ഇവരെല്ലാവരും പോയിട്ട് പരാതി കൊടുത്തു. ഇതൊന്നും ശരിയായ രൂപത്തിലല്ല നടക്കുന്നത്, ഇതൊക്കെ വേറെ രൂപത്തിലേക്ക് മാറ്റപ്പെടണം, ഞങ്ങൾക്കൊക്കെ കിട്ടാനുണ്ടെങ്കിൽ ഓരും കുറേ പരാതി കൊടുത്തു. 8 ലക്ഷത്തോളം പരാതികളാണ് സെൻട്രൽ ഗവൺമെന്റിന് അയക്കപ്പെട്ടത്. ചെറിയ പരാതിയൊന്നുമല്ല.
നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇന്ത്യയിൽ 10-30 കോടിക്കടുത്ത് മുസ്ലിങ്ങൾ ഇവരെല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നതെന്ന്. ഒരുമിച്ചല്ല നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ വലിയ രൂപത്തിലുള്ള പരാതികളുടെയും മറ്റുള്ളതിൻ്റെയും അടിസ്ഥാനത്തിൽ കൂടിയിട്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. വലിയ ചർച്ചകൾക്ക് ശേഷമാണ്. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലായി ഇത്രയും വലിയ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. പല വഖഫ് ബോർഡിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളിലോ സ്ഥാപനങ്ങളിലോ ഒന്നും നടത്തുന്നില്ല. നമ്മളെക്കാൾ സ്വത്തുള്ള ആളുകൾ ഇവിടുത്തെ ക്രിസ്ത്യൻ കത്തോലിക്ക സഭയാണ്. ഈ രാജ്യത്തിലെ റെക്കോർഡിക്കലി 2ാം സ്ഥാനത്ത് ഭൂ ഉടമകളായിട്ടുള്ളത് കത്തോലിക്ക സഭയാണ്. പക്ഷെ ആ കത്തോലിക്ക സഭയിൽ കൂടുതലും എന്തുണ്ട്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, അതേപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരുപാട് സംഗതികളുണ്ട്. പഴയ കാലത്ത് ആളുകൾ വഖഫ് ചെയ്തത് വെറും പള്ളി അല്ലെങ്കിൽ മദ്രസ ഉണ്ടാക്കാൻ മാത്രമായിരുന്നില്ല. ആളുകൾക്ക് വിശ്രമ കേന്ദ്രങ്ങൾ വരെ ഉണ്ടായിരുന്നു. മാത്രമല്ല, അന്ന് ആളുകൾ വാഹനങ്ങൾക്ക് പകരം മൃഗങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് മൃഗങ്ങളെ കെട്ടിയിടാനുള്ള വഖഫിൻ്റെ സ്ഥലമുണ്ടായിരുന്നു. മൃഗങ്ങളെ കെട്ടിയിടാനും അതിനെ പരിപാലിക്കാനും, അതേപോലെ ഹോസ്പിറ്റലുകൾ, ബാക്കിയുള്ള സംഭവങ്ങൾ. അപ്പം നമ്മൾ അതിനെയൊക്കെ ക്രിയാത്മകമായി ഉപയോഗിക്കുന്നതിൽ ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നത് വലിയ സംഭവമാണ്. അപ്പോൾ ഈ ഒരു വഖഫ് എന്ന് പറയുന്നത്, ഇന്ത്യ രാജ്യത്തിൻ്റെ വഖഫിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്, ഈ വഖഫിനെ നിലനിർത്താൻ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള എവല്യൂഷൻസ് എന്ന് പറയുന്നത് 2ാം നൂറ്റാണ്ട് മുതൽ ആരംഭിക്കുന്നുണ്ട്. 2ാം നൂറ്റാണ്ടിൽ തന്നെ എന്താണ് നമ്മുടെ രാജ്യത്തിനകത്ത് വഖഫിൻ്റെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ആ 2ാം നൂറ്റാണ്ടിൽ തുടങ്ങി പല ആളുകൾ ഇങ്ങനെ ഭരിച്ചു വന്നു. മുസ്ലിം രാജാക്കന്മാരുണ്ടായി, അവർ പല കാര്യങ്ങളിൽ ഏൽപ്പിച്ചു. അങ്ങനെയൊക്കെ പോയിട്ടാണ് പിന്നീട് ബ്രിട്ടീഷ് കാലഘട്ടത്തിലേക്ക് വരുന്നത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വന്ന സമയത്ത് പല രൂപത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. 1810 ദ ബംഗാൾ കോഡ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ആക്ട് കൊണ്ടുവരികയാണ്. 817 മദ്രാസ് കോഡ് വന്നു. 863 റിലീജിയസ് എൻഡോമെന്റ് ആക്ട് വരുന്നുണ്ട്. 1890 ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് വരുന്നുണ്ട്. ഓരോ ഘട്ടങ്ങളിലും ഓരോ സംഭവങ്ങൾ വരുന്നുണ്ട്. വ്യവസ്ഥാപിതമായി ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിനെ ഒരുമിച്ച് ചേർക്കാനുള്ള സംവിധാനം ആദ്യമായി ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നത് 1913 മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതായിരുന്നു 1913 ആദ്യമായിട്ട് വരുന്നത്. പിന്നീട് 1923 ദ മുസൽമാൻ വഖഫ് ആക്ട് ഓഫ് 1923 എന്ന് പറയുന്നൊരു സാധനം വന്നു. അതിനെ അടക്കം പുതിയ ബില്ലിൽ എന്താണ് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും പല രൂപത്തിലുള്ള സംഭവങ്ങൾ കടന്നു വരുന്നു. പിന്നീട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. 1954 ഈ രാജ്യത്തിന്റെ വഖഫ് ആക്ട് വന്നു. നമ്മുടെ രാജ്യത്ത് വഖഫ് ആക്ട് വരികയാണ്. പിന്നീട് പല ഘട്ടങ്ങളിൽ അമെൻമെന്റ് നടന്നിട്ടുണ്ട്. പല രൂപങ്ങളിൽ ഇതിന് മാറ്റം വന്നിട്ടുണ്ട്. 1964 സെൻട്രൽ വഖഫ് റൂൾസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അതനുസരിച്ച് 1995 എന്താണ് അമെൻമെന്റ് നടക്കുന്നുണ്ട്. 2008 നടക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി അമെൻമെന്റ് നടന്നത് 2013 കാരണം സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിലും വഖഫിന്റെ സ്വത്തുക്കൾ അധ്യാധീനപ്പെട്ടു പോകുന്നുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സച്ചാർ കമ്മിറ്റിയാണ് ഇത് കൊടുക്കുന്നത്. എന്താ സച്ചാർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ? മൻമോഹൻ സിംഗ് ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് പഠിക്കാനും അവരുടെ വിദ്യാഭ്യാസവും സാമൂഹികവുമായിട്ടുള്ള ഭൂരിപക്ഷ അവരുടെ ആ ഒരു പുരോഗതിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിച്ചിട്ടുള്ള ഡോക്ടർ രജീന്ദ്ര സച്ചാർ, ജസ്റ്റിസ് രജീന്ദ്ര സച്ചാറിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനാണ് സച്ചാർ കമ്മീഷൻ. ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തത് ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങൾ പല സംസ്ഥാനങ്ങളും വിദ്യാഭ്യാസപരമായി സാമൂഹ്യപരമായി ദളിതരേക്കാൾ പിന്നിലാണ്. അങ്ങനെയാണ് കുറച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ വന്നത്. വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടായി, കുറേ സ്കോളർഷിപ്പുകളൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് മാറിയതോടുകൂടി ആ സ്കോളർഷിപ്പ് ഒക്കെ പോയി. ഇപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ചോദിച്ചാൽ അറിയാം, സ്കോളർഷിപ്പ് ഇല്ല, പല സ്കോളർഷിപ്പുകളും കിട്ടുന്നില്ല. അങ്ങനെ 2013 അമെൻമെൻറ്റ് ചെയ്തു. ആ അമെൻമെന്റിന് ശേഷമാണ് വഖഫിന്റെ ബില്ല് 2024 ഓഗസ്റ്റ് മാസത്തിൽ ഈ രാജ്യത്തിന്റെ പാർലമെന്റിനകത്തേക്ക് വരുന്നത്. പക്ഷെ ചെറിയൊരു ഭാഗ്യം അതിനകത്തുണ്ടായത്, അപ്പോഴേക്ക് ഗവൺമെന്റ് മാറിയിരുന്നു. ഗവൺമെന്റിന് ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലോക്സഭയിൽ അത് പരാജയപ്പെട്ടു. ലോക്സഭയിൽ ആനുകാലികമായത് പരാജയപ്പെട്ടു. പിറ്റേ ദിവസം രാജ്യസഭക്കകത്ത് വെച്ചു. രാജ്യസഭക്കകത്തും അത് ഏതാണ്ട് ഒരു പരാജയത്തിലേക്ക് പോയി. അങ്ങനെ വരുമ്പോഴാണ് ജോയിന്റ്
പാർലമെൻ്ററി കമ്മിറ്റിക്ക് ഈ സാധനം വിടുന്നത്. ജോയിൻ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് മുമ്പിലേക്ക് നമ്മുടെ സാധനം വരികയാണ്. 31 അംഗങ്ങളാണ് അതിനകത്തുള്ളത്. അതിൽ 13 പേര് BJP-ക്കാരാണ്. ആ 13 പേര് BJP-ക്കാരാണെങ്കിലും 17 പേര് മറ്റുള്ള അംഗങ്ങളാണ്. പക്ഷെ JPC പലപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, ആളുകളെ വിളിച്ചുകൂട്ടി വ്യാപകമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല. അതിലെ മുസ്ലിം നോമിനി ആയിട്ടുണ്ടായിരുന്ന അസദുദ്ദീൻ ഉവൈസിയും പിന്നെ ഒരു ആളുമാണ്. 128 മണിക്കൂർ പല ആളുകളോടുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയെന്ന് ആര് പറയുന്നുണ്ട്? ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി പറയുന്നുണ്ട്. ഓരോ സംസ്ഥാനങ്ങളോടും അവർ പോയി ചോദിക്കുന്നുണ്ട്. കർണാടക സംസ്ഥാനം പറഞ്ഞിട്ടുണ്ട് അത് ശരിയല്ല, കാരണം മുസ്ലിങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ല എന്ന രൂപമാണ് കർണാടക വഖഫ് ബോർഡ് കൊടുത്തത്. കേരള വഖഫ് ബോർഡും അങ്ങനെയാണ്. ഏതാണ്ട് എല്ലാ വഖഫ് ബോർഡുകളും അതിൽ വ്യക്തിപരമായി ഇടപെടുന്നത് ശരിയല്ല എന്ന് പറയുന്ന രൂപമാണ്. പക്ഷേ ഈ JPC പറഞ്ഞത് 128 മണിക്കൂർ ഞങ്ങൾ പലരുമായി ചർച്ച നടത്തി എന്നാണ്. പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ പറഞ്ഞത് ഒരു മീറ്റിംഗ് മര്യാദയ്ക്ക് വിളിച്ചു ചേർത്തിട്ടില്ല, എന്തെങ്കിലും അജണ്ട ചർച്ചയും എന്തെങ്കിലും പോകുമെന്നുള്ളതാണ്. കാരണം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അതിന് അനുകൂലമായിട്ടുള്ള ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞ് ഒരു അഭിപ്രായം എന്താണ് അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ അത് പാർലമെന്റിൽ തോൽക്കും. പക്ഷെ അത് അവർ അവതരിപ്പിച്ചു. ബില്ല് ഏതാണ്ട് ആക്റ്റായി നിലവിൽ വന്നിട്ടുണ്ട്. ഇനി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഗസറ്റോട് കൂടി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിലെ അപകടങ്ങൾ ഒറ്റയടിക്ക് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് നല്ല സാധനമാണ് അല്ലേ? അങ്ങനെയാണ് ആളുകൾ സംസാരിക്കുക. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നും. വളരെ മനോഹരമായിട്ടാണ് ഇത് പോകുന്നത് എന്നാണ് പലർക്കും തോന്നുക. കാരണം കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇത് ഭയങ്കരമായി തോന്നാനുള്ള കാരണം? ഇത് പറയുന്നത് the bill changes the composition of the Central Waqf Council and Waqf Board included non-Muslim members. എങ്ങനെയുണ്ട് അല്ലേ? ഒന്നാമത്തെ കാര്യമാണ്. അതേപോലെ തന്നെ എന്താണ്, the survey commissioner has been replaced by the collector, granting him powers to conduct surveys of Waqf properties. 2. 3. Government property identified as Waqf will cease to be Waqf. Collector will determine the ownership of such properties. Finality of the tribunal decision has been revoked. The bill provides for a direct appeal to the High Court. ഈ 4 എണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്കിടയിലേക്ക് വരാനുള്ള സംഗതികൾ അല്ലേ? അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് സെൻട്രൽ വഖഫ് കൗൺസിലും വഖഫ് ബോർഡിലും എന്ത് ചെയ്യുകയാണ്? ഒരു നോൺ മുസ്ലിം മെമ്പർ വരികയാണ്. അതെങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. അതായത് നിലവിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഉണ്ടായിരുന്ന അംഗങ്ങളിൽ പലയിടത്തും എല്ലാ ആളുകളും മുസൽമാന്മാരായിട്ടുള്ള ആളുകളെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അതിലേക്ക് ഇവരെന്ത് ചെയ്തു? പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് 2 members അപ്പോയിന്റഡ് അണ്ടർ ദി സബ്സെക്ഷൻ ഷാൽ ബി നോൺ മുസ്ലിം. അത് പറയുന്നത് ഒരു മതേതര സ്വഭാവം ഉണ്ടാക്കാനാണ്. വഖഫുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒരു തരത്തിലും ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയില്ലാത്ത, ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ലാത്ത അമുസ്ലിങ്ങളായ ആളുകളെ എന്തിനാണ് ഇതിനകത്തേക്ക് കയറ്റുന്നത് എന്നതൊരു വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്തിനാണ് അവരെ കയറ്റുന്നത്. 3 ആളുകളാണ് ഒരു കമ്മിറ്റിയിലുണ്ടെങ്കിൽ 2 ആൾ നോൺ മുസ്ലിംസ് ആണെങ്കിൽ ഭൂരിപക്ഷത്തിന് എന്താ എവിടെ പോകണം? 5 ആളുണ്ടെന്ന് വിചാരിച്ചോ, 2 ആളുകൾ ഒബ്ജക്ഷൻ ചെയ്യില്ലേ? 5 ആളുണ്ട് വിചാരിച്ചോ, 4 പേര് 2 അഭിപ്രായമായി. പിന്നെ ഉള്ളതായിരിക്കാണ് പ്രസിഡന്റിനാണ്. അവിടെയും വലിയ വിഷയങ്ങൾ വരും. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തേക്ക് ചേർത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വന്നത് ഈ ഒരു സംഭവമാണ്. അതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നോൺ മുസ്ലിം മെമ്പർമാരുണ്ടെന്ന് പറഞ്ഞു. ദ സർവേ കമ്മീഷണർ ഹാസ് ബീൻ റിപ്ലേസ്ഡ് ബൈ ദ കളക്ടർ. ഇവിടെ നടക്കുന്ന വിഷയം, അതായത് സർവേ കമ്മീഷണറാണ് നിലവിലെ വഖഫ് നിയമത്തിൽ എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ വഖഫിൻ്റെ കാര്യങ്ങൾ പോയി നോക്കുന്നത്, അത് വഖഫ് ഭൂമിയാണോ എന്ന് ഉറപ്പുവരുത്തുന്നത്, അതിനാവശ്യമായിട്ടുള്ള ആളുകളെയൊക്കെ വെക്കും. അങ്ങനെ അത് പരിശോധിച്ചിട്ട് വഖഫ് ഭൂമിയാണോ ഇല്ലയോ എന്ന് പറയും. ഇനി എന്ത് ചെയ്യാണ്? ഗ്രാൻഡിങ് ഹിം പവേഴ്സ് ടു കണ്ടക്ട് സർവേസ് വഖഫ് പ്രോപ്പർട്ടീസ് ടു കളക്ടർ. കളക്ടർക്ക് കൊടുക്കുകയാണ്. ഒരു തർക്കഭൂമി വന്നാൽ ആ തർക്കഭൂമിയിൽ അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും അതാത് ജില്ലാ കളക്ടർക്ക് കൊടുക്കുകയാണ്.
ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് ഗവൺമെൻറ് നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അയാൾക്ക് ഗവൺമെൻറ് പറയുന്നത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, അയാൾ അത് വഖഫ് ഭൂമിയാണോ എന്ന് പ്രഖ്യാപിക്കുന്നത് വരെ അത് വഖഫായി കണക്കാക്കുകയുമില്ല, അത് കണക്കാക്കപ്പെടുകയുമില്ല. അത് വഖഫല്ലാത്ത രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. അതുവരെ അതിനകത്തൊരു ക്രിയവിക്രയവുമില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ പോയിട്ട് പരാതി കൊടുത്തു. ആ പരാതിക്കനുസരിച്ച് ജില്ലാ കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചു. പിന്നെ ആ അന്വേഷണത്തിൻ്റെ രീതി പൂർത്തിയാകുന്നത് വരെ അവിടെ വേറൊരു പരിപാടി നടക്കൂല. അപ്പം എന്താ സംഭവിക്കുക? ആർക്കെങ്കിലും പരാതി കൊടുത്താൽ പോരെ? ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പരാതി കൊടുത്താൽ ചിലയിടത്ത് പള്ളികൾ അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാൻ ചിലപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു കൊടുക്കും, തൽക്കാലമായിട്ട് അവിടുത്തെ നിസ്കാരങ്ങളും മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കണം. എത്ര കാലം നിർത്തിവെക്കും? ഒരാഴ്ചക്കുള്ളിൽ ഒരു കളക്ടർ റിപ്പോർട്ട് കൊടുക്കുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? 2 മാസത്തിൽ കൊടുക്കുമോ? 10-600 കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ റിപ്പോർട്ട് കൊടുക്കാനാണ്? അപ്പോൾ അതുകൊണ്ട് ഈ കളക്ടർ ആരുമാവാലോ, അയാൾക്ക് രാഷ്ട്രീയപരമായ ചില ഉദ്ദേശങ്ങളും ദുരുദ്ദേശങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ government property identified വഖഫ് will cease to be വഖഫ്. Collector will determine the ownership of such properties. ഈ പ്രോപ്പർട്ടി ഗവൺമെന്റിൻ്റെതാണോ വഖഫിൻ്റെതാണോ എന്ന് പറയുന്ന ആൾ പരമാധികാരിയായിട്ട് ആര് മാറും? കളക്ടർ മാറും. കളക്ടർ പറയാണ് ഇത് ഗവൺമെന്റിനാണ്, പിന്നെ നമുക്ക് ഒബ്ജക്ഷൻ ഇല്ല. പിന്നെ നമുക്ക് എന്തില്ല? ഒബ്ജക്ഷൻ ഇല്ല. നമ്മൾ എന്ത് ഒബ്ജക്ഷൻ ചെയ്യാൻ പോകാനാണ്? കളക്ടർ കൊടുത്തു, പിന്നെ നമ്മൾ ഒബ്ജക്ഷൻ ചെയ്യേണ്ടതിന് കോടതിയിലാണ്. അതൊക്കെ തന്നെ എത്തുമ്പോഴേക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ ഫൈനാലിറ്റി ഓഫ് ദ ട്രിബ്യൂണൽ ഡിസിഷൻ ഹാസ് ബീൻ റിവോക്കഡ്. ഇപ്പം നിലവിലുള്ള നിയമം അനുസരിച്ച് നമുക്കൊരു വഖഫിൽ പരാതി വന്നാൽ ആ വഖഫ് കമ്മിറ്റിക്കകത്തൊരു ട്രിബ്യൂണലുണ്ട്. ആ ട്രിബ്യൂണൽ ഈ ഭൂമി വഖഫിൻ്റെ ഭൂമിയാണ് എന്നൊരു തീരുമാനമെടുത്താൽ അത് ഫൈനലാണ്. അതിനപ്പുറത്തേക്ക് പിന്നീട് വലിയ ചർച്ചകളിലേക്കൊന്നും പോകാനില്ല. പക്ഷേ ഈ പുതിയ നിയമത്തിൽ ആ ട്രിബ്യൂണലിൻ്റെ തീരുമാനം ഫൈനലല്ല. അതിനു മുമ്പിൽ നേരിട്ട് തന്നെ 90 ദിവസത്തിനകം നിങ്ങൾക്ക് കോടതിയിലേക്ക് അപ്പീൽ പോകാനുള്ള സ്വാതന്ത്ര്യവും ഇതിനകത്തുണ്ട്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായിട്ട് വരുന്നത്. ഏതാ? ഉണ്ട്, നിലവിലുണ്ടല്ലോ, ട്രിബ്യൂണൽ നിലവിലുണ്ട്. ഇല്ല, ഇപ്പം നിലവിൽ നടക്കുന്നുണ്ട്. ബില്ല് ആക്ട് ചെയ്ത് ഗസറ്റഡ് ചെയ്ത് വരണമല്ലോ. ഇപ്പം നിലവിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രിബ്യൂണലിലേക്ക് നമുക്ക് കൊടുക്കുകയും, ട്രിബ്യൂണൽ എല്ലാ കാലത്തും ഉണ്ടാവും. അതാണല്ലോ പറഞ്ഞു, ഈ ട്രിബ്യൂണലിലേക്ക് ഒരു നോൺ മുസ്ലിംസ് കൂടി വരും അല്ലേ? ട്രിബ്യൂണലിനകത്ത് ഞാൻ പറഞ്ഞുതരാം എന്താണ് ട്രിബ്യൂണലിനകത്ത് വരുന്ന മാറ്റം. ട്രിബ്യൂണലിനകത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ ഈ ഒരു സംഭവം കൂടി വരും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയാം, ഞങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാം. ഫോർമേഷൻ ചെയ്യുമെന്നാണ്. ഡിക്ലറേഷൻ, റെക്കഗ്നിഷൻ ബേസ്ഡ് ഓൺ ദി ടേം യൂസ് എന്ന് പറയുന്ന പഴയ കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് വളരെ രൂപത്തിൽ വ്യത്യസ്തമാകുന്ന ചില കാര്യങ്ങൾ കൂടി നടപ്പിലാക്കാൻ വേണ്ടി ഈ പറയുന്ന വഖഫ് ബോർഡിനകത്തുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടി പറയാനുള്ളത്, ഈ വഖഫിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളും തീരുമാനങ്ങളും കൊണ്ടുവരുമ്പോൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ മറികടക്കും എന്നതാണ്. ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഇതിൽ നിന്ന് ഒഴിവാക്കിയ ഒരു സാധനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ദ വേർഡ്സ് എയ്തർ വെർബലി ഓർ ഷാൽ ബി ഒമിറ്റഡ്. വായ കൊണ്ട് ഒരാൾ വഖഫാക്കിയുള്ള സാധനം എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? പുതിയ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരാൾ അയാൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അയാൾ മുസ്ലിമായി 5 വർഷം ജീവിച്ചിട്ടുള്ള ഒരാളായിരിക്കണം. മുസ്ലിമായി 5 വർഷം പ്രാക്ടീസ് ചെയ്ത ഒരു കാര്യമായിരിക്കണം. അത് ചിലപ്പോൾ നമുക്ക് വലിയ ബാധിക്കാത്ത വിഷയങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു, അയാൾ 1 വർഷമായിട്ടേ ഉള്ളൂ, അയാൾക്ക് എന്തെങ്കിലും വഖഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ചെയ്യാൻ പറ്റൂല. അപ്പം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് ഇവരെന്താണ് അറിയാതെ കയറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ എ വഖഫ് ബൈ യൂസർ ബട്ട് സച്ച് വഖഫ് ഷാൽ നോട്ട് സീസ് ടു ബി വഖഫ് ബൈ റീസൺ ഓൺലി ഓഫ് ദ യൂസർ ഹാവിംഗ് സീസ്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ് ഓഫ് സച്ച് സെസർ. അതായത് ഇതിൽ വേറൊരു കാര്യം ഇവർ പറഞ്ഞിട്ടുള്ളത്, ചില വഖഫുകളുണ്ട്, അതായത് അത് അവർ വഖഫ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ വരുമാനമാണ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഭാഗം കുടുംബങ്ങൾക്കുള്ളതാണ്. ആ കുടുംബങ്ങൾ ആ ഒരു രൂപത്തിൽ എടുത്തു പോകുന്നതാണ്. അപ്പോൾ അവർ പറയുന്നത് ഇവിടുത്തെ സ്ത്രീകൾക്കും അതേപോലെ തന്നെ അനാഥരായിട്ടുള്ള ആളുകൾക്കൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വഖഫിൽ നിന്ന് അവർക്ക് സ്വത്തുകൾ കൊടുക്കണം എന്ന രൂപത്തിലും സംസാരിക്കുന്നുണ്ട്. പിന്നീട് പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് റിമൂവ്സ് വഖഫ് ബൈ യൂസർ വേർ ദ പ്രോപ്പർട്ടീസ് കുഡ് ബി ഡീംഡ് ആസ് വഖഫ് ബേസ്ഡ് സോൺലി ഓൺ പ്രൊലോങ്ഡ് യൂസ് ഫോർ റിലീജിയസ് പർപ്പസ്. നീണ്ട കാലങ്ങളായി മതപരമായി നമ്മൾ ആചരിച്ചു പോകുന്ന പല സ്ഥലങ്ങളും വഖഫായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ഒരുപക്ഷെ പറ്റില്ല. അതിന് ആധികാരികമായ രേഖകൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അവിടെയൊക്കെയാണ്
നമുക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ആഫ്റ്റർ ദ വേർഡ് വെൽഫെയർ, ദ വേർഡ്സ് മെയിൻ്റനൻസ് ഓഫ് വിഡോ, അത് ആളുകളെ ഒന്നുകൂടി അളക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്ന കാര്യമാണ്. മെയിൻ്റനൻസ് ഓഫ് വിഡോ, ഡൈവോഴ്സ്ഡ് വിമൻ ആൻഡ് ഓർഫൻ ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ദ സെൻട്രൽ ഗവൺമെന്റ് ഷാൽ ബി ഇൻസേർട്ടഡ്. നേരത്തെ ഉണ്ടായിരുന്ന പലതിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള വിമൻ, ഓർഫൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഒരുപാട് യത്തീംഖാനകൾ നടക്കുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അതൊന്നും മനസ്സിലാക്കാതെയാണ് ആ രൂപത്തിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പലരും പല കാര്യങ്ങളിൽ നിന്നും നമ്മുടെ സമുദായത്തിനെതിരെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പിന്നെ പറയുന്നത് എനി ഗവൺമെന്റ് പ്രോപ്പർട്ടി ഐഡന്റിഫൈഡ് ഓർ ഡിക്ലെയർഡ് ആസ് വഖഫ് പ്രോപ്പർട്ടി ബിഫോർ ഓർ ആഫ്റ്റർ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് ഷാൽ നോട്ട് ബി ഡീംഡ് ടു ബി എ വഖഫ് പ്രോപ്പർട്ടി. മനസ്സിലായോ? എനി ഗവൺമെന്റ് പ്രോപ്പർട്ടി ഐഡന്റിഫൈഡ്, ഏതെങ്കിലും ഗവൺമെന്റ് പ്രോപ്പർട്ടി കണ്ടെത്തുകയോ ഓർ ഡിക്ലെയർഡ്, അത് വഖഫാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബില്ല് വരുന്നതിന് മുമ്പോ ശേഷമോ അങ്ങനെ ഒരു ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞാൽ ജില്ലാ കളക്ടറാണ്. ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സാധനം നിങ്ങൾ വഖഫാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും വഖഫ് ഭൂമിയല്ല, അത് ഗവൺമെന്റിന് തിരിച്ചെടുക്കാൻ കഴിയുന്നു എന്ന രൂപത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ഥലമുണ്ട്, അത് ചർച്ച വരെയാണ്, പരിഹാരം വരെയാണ്. അപ്പൊ അവിടെ ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണെന്ന് കളക്ടർ പറയാണ്. അപ്പൊ ഒരു അർത്ഥത്തിലുമില്ലാതെ അവർക്ക് ആരോടും ചോദിക്കാതെ തിരിച്ചു വെക്കാൻ പറ്റുന്ന വളരെ കുതന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇഫ് എനി ക്വസ്റ്റ്യൻ അറൈസസ് ആസ് ടു വെദർ എനി സച്ച് പ്രോപ്പർട്ടി ഇസ് എ ഗവൺമെന്റ് പ്രോപ്പർട്ടി, അത് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു ചർച്ച ചെയ്യുകയാണെങ്കിൽ the same shall be referred to the collector having jurisdiction, who shall make such inquiry as deems fit and determine whether such property is a government property or not and submit his report to the state government. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വഖഫിന്റെ ഭൂമിയാണോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭൂമിയാണോ എന്ന ഒരു ചർച്ച വന്നാൽ ആ ചർച്ചയുടെ കാര്യങ്ങൾ പഠിക്കാനും അതിന്റെ ഡിറ്റർമിനേഷൻ നടത്താനും അതാരുടെ ഭൂമിയാണെന്ന് കണ്ടെത്താനും ജില്ലാ കളക്ടർക്ക് അധികാരം കൊടുത്ത് അയാൾ വെക്കുന്ന ഒരു ടീമിനെ കൊണ്ട് ഇൻക്വയറി ചെയ്യപ്പെട്ട് ആ ടീമിന്റെയും സംസ്ഥാന ഗവൺമെന്റിന് തീരുമാനം കൊടുക്കും. ഇവിടെയും വിഷയമുണ്ട്. എല്ലായിടത്തും സംസ്ഥാന ഗവൺമെന്റ് വ്യത്യസ്തമാവണമെന്നില്ല. ചിലയിടങ്ങളിൽ മതേതര പാർട്ടികൾ ഭരിക്കുന്നിടങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് ഒരു പക്ഷേ ആ റിപ്പോർട്ടിനെ പറഞ്ഞ് തിരുത്തിക്കാനും അതിന്റെ ഭവിഷ്യത്തുകളെ പറഞ്ഞ് ഇതാക്കാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ സെൻട്രലും അതേപോലെ തന്നെ സ്റ്റേറ്റും ഒരേ ആളുകൾ ഭരിക്കുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് എത്തുകയാണെങ്കിൽ അവരത് തിരുത്തി കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഓരെന്ത് ചെയ്യും? നേരെ സെൻട്രൽ ഗവൺമെന്റിനോട് പറയുമ്പോൾ നിങ്ങളുടെ ഭൂമിയാണ്. ആ ഭൂമിയാണെന്താണ് നമുക്ക് വലിയ രൂപത്തിൽ നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ the board may itself collect information regarding any property which is reason to believe to be. If any question arises whether a particular property or not, whether a Sunni Waqf or a Shia, it may, after making such inquiry, it may be deemed to decide question. ഒരു ഭൂമിയിൽ വഖഫ് നിലവിലുണ്ടായിരുന്ന റൂൾ അനുസരിച്ച് കൊണ്ട് റൂൾ 40 വഖഫിന് വളരെ കൃത്യമായിട്ട് ഇത് സുയ്യാക്കളുടേതാണോ സുന്നിയാക്കളുടേതാണോ എന്ന് പറയാനുള്ള ഒരു അധികാരമുണ്ടായിരുന്നു. ആ അധികാരത്തെയും കൂടി എടുത്തു കളയാൻ ഈ പറയുന്ന ബോഡി അതിനെക്കുറിച്ച് പരിശോധന നടത്തുകയും അതനുസരിച്ച് കൊണ്ട് പുതിയ തീരുമാനങ്ങളിലേക്ക് എത്താൻ കഴിയുകയും ഒരു പക്ഷേ പലർക്കും അതിലൂടെ സുന്നി ബോർഡിന് അവരുടെ കാര്യങ്ങൾ നഷ്ടമാവാനും മറ്റുള്ളവർക്ക് അത് ലഭ്യമാകാനുമുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതേപോലെ തന്നെ പറയുന്ന വേറെ സംഭവമാണ് ദ ഡിസിഷൻ ഓഫ് ദ ബോർഡ് ഓൺ എ ക്വസ്റ്റ്യൻ അണ്ടർ സബ്സെക്ഷൻ I ഷാൽ അൺലെസ് റിവോക്ഡ് ഓർ മോഡിഫൈഡ് ബൈ ദ ട്രിബ്യൂണൽ ബി ഫൈനൽ. അതായത് ഒരിക്കലും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ചില കാര്യങ്ങൾക്കപ്പുറത്ത് നിന്ന് ട്രിബ്യൂണലിനേക്കാൾ അധികാരമുള്ള ആളുകൾ ഒരുപക്ഷെ കളക്ടറും സംഘവുമായി മാറുന്നു എന്നതാണ്. അതേപോലെ തന്നെ സെക്ഷൻ 40 എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ആക്ട് ഷാൽ ബി ഒമിറ്റഡ്. ആ സാധനം പൂർണ്ണമായിട്ടും അതിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നോ അപ്പീൽ ഷാൽ ലൈ അഗെയിൻസ്റ്റ് എനി ഡിസിഷൻ ഓർ ഓർഡർ വെദർ ഇന്ററിം ഓർ അതർവൈസ് ഗിവൺ മെയ്ഡ് ബൈ ദ ട്രിബ്യൂണൽ. അതായത് ട്രിബ്യൂണൽ എടുത്തിരിക്കുന്ന ഒരു സാധനത്തിനകത്ത് നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് കോടതികളിലേക്ക് മറ്റുള്ളവർക്ക് അപ്പീൽ പോകാമെന്ന് പറയുമ്പോഴും പലപ്പോഴും
ഇതിലെ രൂപങ്ങളിൽ മാറ്റം വരുമ്പോൾ, അതിലെ ആളുകളിൽ മാറ്റം വരുമ്പോൾ നമുക്ക് അനുകൂലമായ തീരുമാനമുണ്ടാവണമെന്നില്ല. എനി പേഴ്സൺ അഗ്രീവ്ഡ് ബൈ ദ ഓർഡർ ഓഫ് ദ ട്രിബ്യൂണൽ മേ അപ്പീൽ ടു ദ ഹൈക്കോർട്ട്. നമ്മൾ പറഞ്ഞു വിത്തിൻ ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഓർഡർ. ട്രിബ്യൂണലിൽ നിന്ന് ഒരു തീരുമാനം ഒരാൾക്ക് വന്നാൽ അയാൾക്ക് വളരെ വേഗത്തിൽ തന്നെ എന്താണ് കോടതിയെ സമീപിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് പോകാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ ചുരുക്കി പറയുമ്പോൾ നമ്മുടെ പല രൂപത്തിൽ, അതായത് കോമ്പോസിഷൻ ഓഫ് ട്രിബ്യൂണൽസിലൊക്കെ നമ്മൾ ആദ്യത്തെ ട്രിബ്യൂണലൊക്കെ ഉണ്ടായിരുന്നത് അണ്ടർ ആക്ട് എ ജഡ്ജ് ഓഫ് ദ റാങ്ക് എക്വിവാലന്റ് ക്ലാസ് ഓഫ് ഡിസ്ട്രിക്ട് സെഷൻ ഓർ സിവിൽ ജഡ്ജ്, സ്റ്റേറ്റ് ഓഫീസർ ഈക്വൽ ടു അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, എൻ എക്സ്പേർട്ട് ഇൻ മുസ്ലിം ലോ. ആദ്യത്തെ ഇതിലുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന ജഡ്ജികൾക്ക് പുറമെ എൻ എക്സ്പേർട്ട് ഇൻ മുസ്ലിം ലോ. മുസ്ലിം ലോയിൽ എന്താണ് കഴിവുള്ള ഒരാൾ അതിനകത്തുണ്ടായിരുന്നു. ദ ബിൽ റിമൂവ്സ് എൻ എക്സ്പേർട്ട് ഇൻ മുസ്ലിം ലോ ഫ്രം ദ ട്രിബ്യൂണൽ. ട്രിബ്യൂണലിൽ നിന്ന് എക്സ്പേർട്ട് എന്ന് പറയുന്ന ഒരാളെ ഒഴിവാക്കുകയാണ്. ഇറ്റ് ചേഞ്ചസ് ദ കോമ്പോസിഷൻ ടു എ കറന്റ് ഓർ ഫോർമർ ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജ് ആസ് ഇറ്റ് ചെയർമാൻ. ഒന്നുകിൽ കറന്റ് അല്ലെങ്കിൽ ഫോർമർ, അത് ആർക്കും അവർക്ക് അനുകൂലമായ ആളുകളെ ഉണ്ടാക്കാം. എ കറന്റ് ഓർ ഫോർമർ ഓഫീസർ ഓഫ് ദ റാങ്ക് ജോയിന്റ് സെക്രട്ടറി ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ജോയിന്റ് സെക്രട്ടറി ലെവലിലുള്ള ഒരാളെ കൂടിയിട്ട് എന്താണ് എടുക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ആരുമാവാം, അവരെന്താണ്, അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ എന്താണ് ചെയ്യാമെന്ന് പറയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അതേപോലെ സെൻട്രൽ വഖഫ് കൗൺസിലിൽ അണ്ടർ ദി ആക്ട് യൂണിയൻ മിനിസ്റ്റർ ഇൻ ചാർജ് വഖഫ് ഇത് എക്സ് ഒഫീഷ്യൽ ചെയർപേഴ്സൺ അങ്ങനെയൊക്കെ വന്നിട്ട് അതേപോലെ തന്നെ പറയുന്നുണ്ട് ദ ആക്ട് റിക്വയർസ് ഓൾ കൗൺസിൽ മെമ്പർ ബാരിംഗ് ദ മിനിസ്റ്റേഴ്സ് മസ്റ്റ് ബി മുസ്ലിംസ് ആൻഡ് അറ്റ്ലീസ്റ്റ് 2 മസ്റ്റ് ബി വിമൺ. 2 പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടാവണം, മുസ്ലിംസ് ആണ് എല്ലാവരും ആവേണ്ടത്. ദ ബിൽ റിമൂവ്സ് ദ റിക്വയർമെന്റ് ഫോർ ദ MPs, ഫോർമർ ജഡ്ജസ് ആൻഡ് എമിനന്റ് പേഴ്സൺ അപ്പോയിന്റഡ് ടു ദ കൗൺസിൽ ടു ബി മുസ്ലിം. ഇറ്റ് ഫർദർ മാൻഡേറ്റ്സ് ദാറ്റ് 2 members മസ്റ്റ് ബി നോൺ മുസ്ലിംസ്. ആദ്യം ഫുള്ള് മുസ്ലിം. എൻ്റെ മോള് നല്ല കേക്ക് ഉണ്ടാക്കും മാഷേ, കേക്ക് ഉണ്ടായിക്കോളി, അതെല്ലാം മതി, വേറൊന്നും വേണ്ട. സുന്നത്ത് കല്യാണത്തിന് പോലും കേക്ക് മുറിക്കുന്ന ആളാണ്. കാലത്തെ പക്കി മുറിക്കും, ഉച്ചക്ക് കേക്ക് മുറിക്കും. നേരല്ല ഞാൻ പറയുന്നത്. ഇനി ഒരാൾ മരിച്ചിട്ട് 40 മാമ ഉള്ളെന്ന് ചെല്ലും, പോറാ ഒരു ഓഞ്ചോ കേക്ക് കൊണ്ടോ, ഉപ്പപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്, എഴുതിയിട്ട് മുറിച്ചിരുന്ന്. അപ്പൊ ഇത് ഹാപ്പി ഡെത്ത് ഡേ 40 നമ്മ എഴുതും. നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു 11 മണിയിലാ ഇറങ്ങിയിട്ട് ഒന്ന് കാസർഗോഡ് നേരം ഇങ്ങനെ കാറെടുത്തിട്ട് കറങ്ങിയിട്ട് വരും. എല്ലാ തട്ടുകടയിലും നമ്മളാള് തന്നെ, വേറെ ആരുമില്ല. നമ്മൾ പറയും ഓറസുകാരൻ വരുന്നുണ്ട്, BJP-കാർ, അയാൾക്ക് വേറെ പണിയുണ്ട്. ഓർക്ക് ഫുള്ളി ഓരെങ്ങനെ ഇല്ലാതാക്കാന്നുള്ള പഠനവും ചിന്തയും നിയമങ്ങൾ ഉണ്ടാക്കലും അതൊക്കെയാണ് ഓറപ്പണി. നമുക്കെന്ത് പണി? നമുക്കിതൊന്നും വിഷയമില്ല. നിങ്ങൾ കുറച്ച് വയസ്സായ ആളുകൾ ഇങ്ങനെ പള്ളി കമ്മിറ്റിക്കാരും ഓറുമോറെല്ലാം വന്നിട്ട് ഇങ്ങനെ ഇവിടെ സമരം നടത്തും, അല്ലെങ്കിൽ ഇത് പഠിക്കും. അതേപോലെ പോയിട്ട് എന്താണ് വല്ല കളക്ടറേറ്റിലും പോലീസിന് മുമ്പിലെല്ലാം മാർച്ച് നടത്തും. നമ്മളെ താഴെ ഒരു 25 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ദുനിയാവിൻ്റെ ഇസ്കാലേ ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ട്രോള് സോഷ്യൽ മീഡിയയിൽ തറാവിനെ കുറിച്ചാണ് ട്രോള്. ഉസ്താദ് ബളിയിട്ടാൽ അതാണ് ചർച്ച. ചന്തി ഉണ്ടെങ്കിൽ അറിയാണ്ട് പോവും. ഉസ്താദ് ബളിയിട്ടൊക്കെ അടുത്ത ആൾ ഇമാമത്തെ ഏൽപ്പിച്ചിട്ട് അയാൾ പോയിട്ട് ഒന്നെടുക്കും. അത് തെറ്റൊന്നും അല്ല, മനുഷ്യനല്ലേ. അതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച അല്ലേ, തറാവിനെ കുറിച്ചുള്ള ചർച്ച. നമ്മളെന്നെ കളിയാക്കലാണ്. എന്തെല്ലാം റമദാൻ മാസത്തിൽ ഒരുത്തൻ പള്ളിക്ക് വന്നെങ്കിൽ എല്ലാവരും ഇങ്ങനെ നോക്കും. ഓൻ പള്ളിക്ക് വന്നിട്ടാ, ഓ ഇത്ര കാലം കടയാഞ്ഞി, ഓ വന്നിട്ടേ ഇല്ല. ഓൻ അവസാനം സ്വർഗത്തിലേക്ക് പോകും. നമ്മ ഇങ്ങനെ കരയത്തേക്കുന്നുണ്ട്, അതാരാ പോകുന്നത്, അതാ ഉക്കറ് സ്വർഗത്തിലേക്ക്, നീ നരകം ഇങ്ങനെ കത്തുന്ന അടക്ക് പോകുന്നതെന്ന്. സംഭവം എന്താണ്, അയാൾ റമദാൻ മാസം 1 മാസം കാര്യമായിട്ട് പണിയെടുത്ത് ആ 1 മാസം അയാൾക്ക് കൂലി കിട്ടി. ബാക്കി അയാളെ കുറ്റം പറഞ്ഞ് നമ്മളെ 12 മാസം അയാൾക്ക് കിട്ടി. 12 + 1 13 അയാൾ പോയി. നമുക്ക് എന്തുമില്ല. പക്ഷേ ഞാൻ കുറേ നിസ്കരിച്ചിനല്ലോ, ഇത് തൂക്കിയങ്ങ് തൂങ്ങണ്ടേ അല്ലേ? ഇത് എന്തുമില്ലേ, ഒരു ഭാഗത്തേക്കേ ഇല്ല. പല കാര്യങ്ങളുണ്ട്. ചെറിയ സംഗതി പറഞ്ഞ് ഒരാൾ വീഴാൻ പോയി, ഓൻ അല്ലാന്ന് പറഞ്ഞ്. ഒരുത്തൻ നിലത്ത് വീണു, ഓൻ അല്ലാന്ന് പറഞ്ഞ്. ഒരാൾക്ക് എണിക്കാനൊക്കെ ഭയങ്കര നടുവുമ്പല്ലോ, അയാൾ എണിക്കുമ്പോൾ അല്ലാന്ന് പറഞ്ഞിട്ടാണ് എണിക്കുന്നത്, അയാൾക്ക് കൂലിയുണ്ട്. അള്ളാൻ്റെ പേര് അറിയാതെ പറഞ്ഞാൽ തന്നെ കൂലിയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതൊക്കെ കത്തീസ്താവ് പറഞ്ഞുതരും. അതിന് കത്തീസ്താവ് എണിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾ എണിച്ച് ഭ്രാന്ത് വെറുതെ നേരം കളയാൻ. ഭയങ്കര തിരക്ക്. ജുമാ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്നിറാൻ നമുക്ക് നേരമില്ല. നമ്മളെ മഹലിലെ കത്തീവസ്ഥ, നിങ്ങൾ സ്ഥലമല്ല മൊത്തത്തിൽ ഞാൻ പറയാൻ, നമ്മളെ മഹലിലെ കത്തീവസ്ഥ എണിക്കുമ്പോൾ നമ്മളെ നാട്ടിലൊരു 10 മിനിറ്റ് ഇരിക്കാൻ നേരമില്ലാത്ത എന്തവസ്ഥയാണ്. 1ാമത്തെ സലാം വിട്ടുമ്പോൾ ഒരു കാല് പുറത്ത്, 2ാമത്തെ വിട്ടുമ്പോൾ യാല്ല വിട്ട് സ്ഥലം വിട്ട് പോയി, ആളുകൾ പോയി. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക വേദനയുണ്ട്. തഖ്വ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പതിയെ നഷ്ടമായി പോകുന്നുണ്ട്.
നിങ്ങൾ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് പറഞ്ഞത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. ഇസ്ലാമിനൊരു രീതിയുണ്ട്, ആ രീതിക്കനുസരിച്ച് ജീവിക്കണം. അല്ലേ? നമ്മളെ മക്കളെ മോശമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചവർ രക്ഷിതാക്കളാണ്. അത് സാരമില്ലപ്പ, അതും സാരമില്ലപ്പ, ഇതും സാരമില്ലപ്പ. അവനെ തയ്ക്കാൻ പേടി. എവിടെയെങ്കിലും മദ്രസയിലെ ഉസ്താദ് ഒരു ചെറിയ തല്ല് കൊടുത്തെങ്കിൽ പറഞ്ഞിട്ട് കാലം ഉസ്താദ് തച്ചിട്ടിനാലാന്ന്. അല്ല, ഇന്നലെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞു, എന്താ പറഞ്ഞത്? അധ്യാപകൻ ഒരു ചെറിയ ചൂരൽ പിടിച്ച് നടക്കട്ടെ എന്നാ പറഞ്ഞേ. നിങ്ങൾ വെറുതെ കേസ് കൊടുക്കണ്ടെന്ന്. ഒരു ചെറിയ ചൂരൽ പിടിച്ച് നടക്കട്ടെ. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ആളുകൾ മഹല്ലത്ത് കമ്മിറ്റി ഏൽപ്പിക്കപ്പെട്ടവരാണ്. കുല്ലുക്കും റാഇൻ മസ്ഊലത്തുൻ അൻ റഇയതിഹി. ഓരോരുത്തരും ഭരണാധികാരികളാണ്, അവരുടെ ഭരണത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഇന്ന് മഹല്ലിലെ പ്രസിഡന്റായി നിങ്ങൾ എത്ര കൊല്ലം ഉണ്ടായിരുന്നു? സെക്രട്ടറി എത്ര കൊല്ലം? നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ 3 ഉസ്താദിനെ മാറ്റി വെച്ച്. പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഉസ്താദ് വരുമ്പോൾ ഇങ്ങനെ നോക്കൂ, അയാളെ താടി 2 വെളുത്തുണ്ട്, അയാൾ വേണ്ട, ഒഴിവാക്ക്. അയാളെ മസിൽ വാങ്ങില്ല, സൗണ്ട് ഒരുമാതിരി ചിരട്ട പാറക്കുരക്കുന്ന നടക്കത്തെ കൂറ്റ് പാങ്ങില്ലപ്പ. കൂറ്റല്ല പാങ്ങ് വേണം. പിന്നെ DJ അല്ല നടക്കുന്നത്. കൂറ്റ് പാങ്ങിന് തജ്വീദിന്റെ നിയമം അനുസരിച്ച് ഓതാൻ പറ്റിയാൽ മതി. അല്ലേ? അതിൽ കുറെ വേറെ ആളുകളുണ്ടോ, മൈക്ക വേണ്ടപ്പാ, മൈക്ക ബുദ്ധിമുട്ട്, മൈക്ക പോകണമെന്ന് കുറെ ആള്. ഇനി മൈക്ക വെച്ചെങ്ങനെ അതിന് കുറേ സൗണ്ട് കൂട്ടാൻ കുറെ ആള്. അങ്ങനെ ഇമാം കൈ കെട്ടുമ്പോൾ ഒരു കരച്ചലെങ്കാലും മൈക്ക കരയും, യാ റബ്ബി. അതോടുകൂടി ഉള്ള കുശുവും പോയി കിട്ടി. അല്ലെങ്കിൽ വല്ലപ്പോഴാണ് മനുഷ്യന്മാർ പള്ളിക്ക് വരുന്നത്. അല്ലേ? ഇതെല്ലാം ചെയ്യുന്ന ആളുകൾ നമ്മളാണ്. അവ പള്ളി കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരു ചെറിയ ആളല്ല. നിങ്ങൾ ആ മഹലിലെ ഉത്തരവാദപ്പെട്ട ആളാണ്. അപ്പൊ നിങ്ങൾ മാറി നിൽക്കണം. നിങ്ങൾ ജീവിതം കൊണ്ട് കാണിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം കണ്ടാണ് സഹാബാക്കൾ പഠിച്ചത്. സഹാബകളെ കണ്ടിട്ടാണ് താബീങ്ങൾ പഠിച്ചത്. താബീങ്ങളെ കണ്ടിട്ടാണ് ആളുകൾ പഠിച്ചത്. ഓരോ ഘട്ടങ്ങളിലും അങ്ങനെയായിരുന്നു. അവരെങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ നിസ്കരിക്കുന്നു, എങ്ങനെ പള്ളിയിൽ പോകുന്നു, എങ്ങനെ വരണമെന്നൊക്കെ പഠിപ്പിച്ചത് നമ്മളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ നായകരെ, നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ ചെറിയ സ്ഥാനം വഹിക്കുന്ന ആളുകളല്ല. നിങ്ങളുടെ നാട്ടിലെ 100, 200, 300 വീടുകളുള്ള മഹല്ലിന്റെ പ്രസിഡന്റായി നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആ നാട്ടിനകത്ത് നീതിയുക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇസ്ലാമിക ദഅവത്തിന്റെ രീതികൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ്. അങ്ങനെ എങ്ങാനും നിങ്ങൾ ചെയ്താൽ നിങ്ങൾ മരിച്ചു മണ്ണോട് ചേരുന്ന നാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് നിങ്ങളെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ നാട്ടിലെ ആഭാലവൃദ്ധം ജനങ്ങളും വരും. ആളുകൾ ഇങ്ങനെ പിന്നാലെ വരും. ഞങ്ങളെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം, എന്തൊരു നല്ല മനുഷ്യനായിരുന്നു, ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്നു, അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് പള്ളിമിനാരത്തിന് താഴെ 6 അടി മണ്ണിൽ നിങ്ങളെ കൊണ്ടുപോയി വെക്കുന്ന കാലത്ത് ആ ഖബറിന്റെ അരികിൽ വന്നിട്ട് അവർ ദുആ ചെയ്യും. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥനകൾ ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നിങ്ങളെയും എന്നെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ആവണം നമ്മൾ. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കും. സാന്ദർഭികമായി പറയുന്നേ ഉള്ളൂ, ചിരിക്കണം എല്ലാവരോടും. ഇത് ചില ആൾ ചിരിക്കൂല. ഞാൻ ചിരിക്കുന്നില്ല. ചിരിക്കണ്ടേ? ചോദിച്ചാൽ പറയും പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ, ഇതെല്ലാം കുറയണമെങ്കിൽ ചിരിക്കണ്ടേ? പുള്ളറോട് ഭയങ്കര ചൂടാവല് അല്ലേ? പുള്ളറ പള്ളിയിൽ കണ്ടെങ്കിൽ എന്താ പുള്ളർ പള്ളി, പുള്ളർ പള്ളിക്കല്ലാണ്ട് വേറെ എടുക്കേണ്ടത്. ഒരു ബെൻ്റെ നാളെ ഒരു പള്ളിക്ക് ഇന്ന് വന്നിട്ടില്ലെങ്കിൽ നാളെ ഒരു പള്ളിക്ക് വരാൻ അവർ ടർഫിലേക്ക് പോകും. പള്ളിക്ക് വരെ വരുത്തിക്കണം നമ്മൾ. അവർ വരണം, സമ്മാനമൊക്കെ കൊടുക്ക്. എല്ലാ തറാവിയിലും പങ്കെടുക്കുന്ന കുട്ടികൾക്ക് നല്ല സമ്മാനം ഉണ്ടാകും. പ്രഖ്യാപിക്കുക ജമാഅത്ത് കമ്മിറ്റി. അതൊക്കെ ഒരു രസമല്ലേ? കുട്ടികൾ വരട്ടെ, ഉസ്താദ് നോക്കട്ടെ ആരാണ് എല്ലാ തറാവയിലും പങ്കെടുത്തത്. ഖുർആന്റെ മത്സരങ്ങൾ നിങ്ങൾ വെക്ക് റമദാൻ മാസത്തിൽ, മഹല്ല് കമ്മിറ്റി അല്ലേ? അതൊക്കെ നല്ല രസമുള്ള കാര്യമാണ്. എന്നിട്ട് അവിടെ നല്ല കുപ്പായലോട്ടിട്ട് പോയിട്ട് നിങ്ങളൊരു ഉദ്ഘാടന പ്രസംഗമെല്ലാം നടത്ത്. എല്ലാ ആളിങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് രസം ഉണ്ടാവും അല്ലേ? ഭയങ്കര പ്രധാനപ്പെട്ട ഉമ്രാക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അൽഹംദുലില്ലാ നല്ല റാഹത്ത് തോന്നുന്നുണ്ട്. നല്ല ആഢ്യത്തുള്ള കുറേ മുഖങ്ങളുള്ള ആളുകൾ. അള്ളാഹു നിങ്ങളെയൊക്കെ ഈമാനോട് കൂടി മരിപ്പിക്കുമാറാവട്ടെ. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളറിയാതെ എന്തെങ്കിലും രോഗത്തിൻ്റെ അംശങ്ങളോ കണങ്ങളോ നിങ്ങളുടെ ശരീരത്തിനകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും അംബിയ മുർസലീങ്ങളുടെയും എല്ലാ ഔലിയാക്കന്മാരുടെയും സലഫ് സാലിഹീങ്ങളുടെയും ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അതെല്ലാം ശരീരത്തിൽ നിന്ന് അള്ളാഹു മാറ്റി തരുമാറാവട്ടെ അല്ലേ? അപ്പം നമ്മൾ ചിരിക്കേണ്ടടുത്ത് ചിരിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു ഒരു ദിവസം വീട്ടിലിങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ്? ഖലീഫ ഉമർ അല്ലേ? ഉമർ അള്ളാഹുവിന് വലിയ പരുക്കനാണ്, ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിനോട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ ഒരു ദേഷ്യം വെച്ചിട്ട് ഇങ്ങനെ ഖലീഫയൊക്കെ ആവാൻ പറ്റുമെന്ന്. ഉമർ റളിയല്ലാഹുവിന് പറയുന്നത്, ദീനിൻ്റെ കാര്യത്തിൽ ഞാൻ കർക്കശക്കാരനാണ്, അത് വിട്ടിട്ടൊരു കളിയുമില്ല അല്ലേ? പക്ഷേ ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും നീതി ഞാൻ ഉറപ്പാക്കിയിരിക്കും.
അങ്ങനെ ഉമർ അല്ലാഹുവിന് തൻ്റെ പേരക്കുട്ടികളോടൊപ്പം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമർ അല്ലാഹുവിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഗവർണർ വരുന്നത്. വരുമ്പോഴേക്ക് ഖലീഫ ഇങ്ങനെ നിലത്ത് കിടന്നിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ 2-3 കുട്ടികൾ ഇങ്ങനെ കളിക്കാൻ. വന്നപ്പോൾ തന്നെ കുട്ടികളോട് ഈ ഗവർണർ പറഞ്ഞു, എന്ത് ഖലീഫാൻ്റെ പുറത്ത് നിങ്ങൾ കളിക്കുന്നേ, നിങ്ങൾക്കത് ബോധമില്ലേ എന്നൊക്കെ പറഞ്ഞ് ചൂടായപ്പോൾ ഉമർ അല്ലാഹുവിന് എന്തേ വന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇന്ന് ഗവർണറാണ്, ഉമർ അല്ലാഹുവിനെ നിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. കുട്ടികളോട് പെരുമാറാൻ അറിയാത്ത നീ എങ്ങനെ നാട്ടുകാരോട് പോയിട്ട് പെരുമാറാ അല്ലേ? നീ വേണ്ട ഗവർണറായിട്ട്. അവനവൻ്റെ വീട്ടിൽ അയാൾ കുട്ടിയായിരിക്കണം. കുട്ടികൾ ചിലപ്പോൾ മേത്ത് കയറും. ഇത് ചില ആൾ പറയും, ഉപ്പാറ് എന്നെ കാണുമ്പോൾ തന്നെ എൻ്റെ മോന് പേടിച്ചിട്ട് മൂത്രമൊഴിക്കുന്നതെന്ന്. അങ്ങനത്തെ മക്കൾ വേണ്ട നിങ്ങൾക്ക്. നിങ്ങളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അടുത്ത് വന്നിട്ട് ചേർന്ന് നിൽക്കുന്ന മക്കൾ ഉണ്ടാവണം. അപ്പോഴാണ് അടിപൊളിയാവുക അല്ലേ? ഞാൻ സാന്ദർഭികമായിട്ട് റമദാൻ മാസത്തിലായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമാണ്. അപ്പം നമ്മൾക്ക് ഒരു തഖ്വയുണ്ടാവണം. ഉണ്ടാവണ്ടേ? നമ്മൾ ദുആ ചെയ്യണ്ടേ, പടച്ചോനെ ഇതെല്ലാം മാറ്റിത്തരണം എന്ന്. നിങ്ങൾ എന്നിലേക്ക് അടുത്തു വരികയും നിങ്ങൾ എന്നെ മനസ്സിലാക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരുമെന്ന് പറഞ്ഞത് അള്ളാഹുവാണ്. അള്ളാഹുലേക്ക് മടങ്ങണം. നമ്മളിങ്ങനെ കുറേ ബേജാറാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രൂപത്തിൽ നടക്കണമെങ്കിൽ നമുക്കെന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ആ ഒരു കാര്യം അതിനകത്തുണ്ടാവണം. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഓർഡർ വരുന്ന സമയത്ത് അണ്ടർ ദ ആക്ട് എ ട്രിബ്യൂണൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ പല രൂപത്തിലുള്ള കാര്യങ്ങളും മറ്റുള്ള സംഭവങ്ങളൊക്കെ പോകുമ്പോൾ മുസ്ലിം പേഴ്സണൽ ലോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്ന വേറൊരു വിഷയമാണ് ദ ഗവേണിംഗ് വഖഫ് മേ ബി ദ വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ 26 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 26 പ്രൊവൈഡ്സ് ദ ഫണ്ടമെന്റൽ റൈറ്റ് ഫോർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ടു അഡ്മിനിസ്റ്റർ ആൻഡ് മാനേജ് ദെയർ ഓൺ അഫയേഴ്സ്. നമുക്ക് കോടതിയിലേക്ക് പോകാൻ പറ്റുന്നൊരു വിഷയമുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന, അതായത് ഫണ്ടമെന്റൽ റൈറ്റ് ഫോർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ്, ആ റിലീജിയസ് മതങ്ങൾക്ക് നൽകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള അവകാശം ടു അഡ്മിനിസ്റ്റർ ആൻഡ് മാനേജ് ദെയർ ഓൺ അഫയേഴ്സ്, അവരുടെ കാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാനും അതേപോലെ തന്നെ ഓൺ അഫയേഴ്സ് എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന ഒരു സംഭവത്തിനെതിരിൽ ഇവർ മറ്റുള്ള ആളുകളെ കൊണ്ടുവരികയാണ്. ലോസ് ഗവേണിംഗ് സർട്ടൻ അതർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ റിക്വയർ മോസ്റ്റ് ബോർഡ് മെമ്പേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ ടു ബിലോങ് ടു ദെയർ റിലീജിയസ് ഡൊമിനേഷൻ. അവരുടെ മതത്തിൽ നിന്ന് ഉണ്ടാവണം എന്ന് പറയുമ്പോഴേക്കാണ് മറ്റുള്ള മതത്തിൽ നിന്നുള്ള ആളുകൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ഈ സംഭവം എന്താണ് വലിയ രൂപത്തിൽ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളെ വന്നാൽ നമുക്കുണ്ടാവുന്ന വലിയ വിഷയങ്ങൾ പിന്നീട് ഒരു തരത്തിലും എന്താണ് രൂപീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകും. പിന്നെ പറയുന്ന ഒരു വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞ റിമൂവൽ ഓഫ് എക്സ്പോർട്ട് ഓഫ് മുസ്ലിം ലോ. പിന്നെ വരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ റിലീജിയസ് അഫിലിയേഷൻ ഓഫ് 5 years മേ ബി വോയിഡ് ഓഫ് ആർട്ടിക്കിൾ എന്താണ് 14 എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് ഇതിൽ പറയുന്ന കഥ ക്രിയേറ്റ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പേഴ്സൺ പ്രാക്ടീസിങ് ഇസ്ലാം ഫോർ ലെസ് ദാൻ 5 years ആൻഡ് ദോസ് ഹു ഹാവ് ഡൺ സോ ഫോർ ദാൻ 5 years. ദ റാഷണൽ ബിഹൈൻഡ് ഓഫ് ദിസ് ഡിസ്റ്റിങ്ഷൻ ഈസ് നോട്ട് ക്ലിയർ. ഇൻ ദ ആബ്സെൻസ് ഓഫ് എ ക്ലിയർ പർപ്പസ് ഓഫ് സച്ച് ഡിസ്റ്റിങ്ഷൻ ദിസ് മേ വയലേറ്റ് ആർട്ടിക്കിൾ 14 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 14 allows to classes to be recreate differently only if there is a public purpose being served by. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു വിഷയമാണ്. അതായത് ഒരാളിപ്പോൾ മുസ്ലിമായി, അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ചു, ഒറ്റ ദിവസം കൊണ്ടായി കൊടുക്കാൻ കഴിയില്ല. 5 വർഷം വരെ അയാൾ കാത്തു നിൽക്കണം. 5 വർഷം വരെ കാത്തു നിൽക്കുമ്പോൾ ചിലപ്പോൾ അയാളുടെ സ്വത്തുക്കൾ പല രൂപത്തിൽ എന്താണ് വേറെ രൂപത്തിലേക്കൊക്കെ മാറ്റിപ്പെടാൻ പറ്റുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. പിന്നെ അതേപോലെ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്ന വിഷയങ്ങൾ വരും. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നിൽക്കുന്നത് തന്നെ ജില്ലാ കളക്ടർമാർക്കുള്ള അധികാരം കൊടുക്കൽ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ട്രിബ്യൂണലിൽ നിന്ന് അതിൻ്റെ ഒരു എക്സ്പേർട്ടിനെ മാറ്റൽ, നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളെ ഇതിനകത്തേക്ക് തിരികെ കയറ്റൽ, ഇത്രയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് നിങ്ങളോട് സാന്ദർഭികമായി ഉണർത്താനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പോയിട്ട് നിങ്ങളുടെ മഹലിൻ്റെ പേപ്പറുകൾ, കാര്യങ്ങൾ, മറ്റുള്ള സംഗതികളൊക്കെ റെഡിയാക്കി വെക്കണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതെന്താണ് നമുക്ക് ക്ലിയർ ചെയ്യാം. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ആധാർ കാർഡിൽ പേര് ശരിയില്ല, വേറെ കുറേ ഒരു പാസ്പോർട്ട് ആക്കാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട്. ഇതൊക്കെ ആദ്യം നമ്മുടെ രേഖകൾ നമ്മൾ ശരിയാക്കണം. റേഷൻ കാർഡിൽ ശരിയുള്ള പേരില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട. അതൊക്കെ മഹല്ല് കമ്മിറ്റി നിർബന്ധമായിട്ടും ഒരു രേഖ ഉണ്ടാക്കണം. ആ മഹല്ലിലെ മുഴുവൻ ആളുകളുടെയും ഒരു കൃത്യമായിട്ടുള്ളൊരു ആൾക്കൂട്ടത്തിൻ്റെ പേരുണ്ടാവണം, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവണം, അവരുടെ വരുമാന മാർഗ്ഗങ്ങളെക്കുറിച്ചൊക്കെ അറിയണം. അല്ലേ? വരുമാന മാർഗ്ഗങ്ങളെക്കുറിച്ച് അറിയുന്നത് എന്തിനാണ്? ഇവൻ കള്ള് വെക്കുന്നുണ്ടോ കഞ്ചാവ് വെക്കുന്നുണ്ടോ എന്ന് അറിയാനാണ്. ഉണ്ടെങ്കിൽ തന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കണം. കഞ്ചാവ് വെക്കുന്നവരൊന്നും കൂട്ടം നിർത്തേണ്ട ഒരു ആവശ്യമൊന്നുമില്ല.
കുറേ ആളുകളുണ്ട്. ഈ അടുത്തൊരു പെണ്ണുങ്ങൾ ഒരു മോന് കഞ്ചാവ് പിടിച്ചിട്ട് കേസിലായി. അപ്പോൾ വന്ന ഉമ്മ പറഞ്ഞെന്തറിയോ, കഞ്ചാവൊന്നും അല്ല മാഷേ, എന്തോ ചെറിയൊരു പൊടിയാണോ കൊണ്ടിരുന്നേന്ന്, അതെന്നെ കഞ്ചാവ്. ആ ഉമ്മ വളരെ സിമ്പിളായിട്ട് പറയാണേ. അല്ല, ഉമ്മാക്ക് പ്രശ്നമില്ല, കാരണം ഉമ്മാക്ക് നല്ല പുര കെട്ടി കൊടുത്തോന്, ഉമ്മാക്ക് AC എല്ലാം വെച്ചു കൊടുത്ത്, ഉമ്മ അടിപൊളിയിൽ ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ ഉമ്മ ഒരിക്കലും ചോദിച്ചില്ല ഇത് എവിടുന്നാ പൈസ വരുന്നതെന്ന് ചോദിച്ചില്ല. എല്ലാം നമ്മളെ തലക്കാണ് വരുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ കാര്യത്തിൽ ഒരു ജാഗ്രത ഉണ്ടാവണം എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു കണക്ക് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ 27%, വെസ്റ്റ് ബംഗാളിൽ 9%. 9% എന്ന് പറഞ്ഞാൽ 80,480 പ്രോപ്പർട്ടി ഉണ്ട് ഇവിടെ വെസ്റ്റ് ബംഗാളിൽ. ഉത്തർപ്രദേശിൽ 2,32,547 പ്രോപ്പർട്ടികൾ. ആലോചിച്ച് നോക്കിയാൽ ഉത്തർപ്രദേശിലെ വഖഫ് പ്രോപ്പർട്ടിയുടെ എണ്ണ പറഞ്ഞത് ഇത്ര 2,32,547. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഞ്ചാബിലാണ്. പഞ്ചാബിൽ 75,965. പഞ്ചാബിലെ കുറേ സ്ഥലങ്ങൾ അന്യാധീനപ്പെട്ടു പോയി. കാരണം പഞ്ചാബ് ഇന്ത്യ രാജ്യം ഈ നമ്മുടെ രാജ്യം വിഭജിക്കുമ്പോൾ പഞ്ചാബ് എന്നാണ് പലരും പാകിസ്ഥാനിലേക്ക് പോയത്. തമിഴ്നാടിൽ 60,092 പ്രോപ്പർട്ടി ഉണ്ട്. കർണാടകയിൽ 62,830 പ്രോപ്പർട്ടി ഉണ്ട്. കേരളത്തിൽ 53,282. തെലങ്കാനയിൽ 45,682. ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടിയിട്ട് 2,55,450 പ്രോപ്പർട്ടിയാണുള്ളത്. അങ്ങനെയാണ് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പല സ്ഥലങ്ങളുള്ളത്. ഒറ്റ സ്ഥലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വെറും ഉത്തർപ്രദേശിൽ മാത്രമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്ന വലിയ വിഷയങ്ങളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏതൊരർത്ഥത്തിലും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ രീതിയിൽ പറയാതെ പോയ ഒരു സംഭവം നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇതിനൊരു CEO ഉണ്ടാവും, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ടു ദ സ്റ്റേറ്റ് ബോർഡ്. അയാൾ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറിക്ക് തുല്യമായിട്ടുള്ളൊരു പദവിയാണ്. ഇൻ കേസ് എ മുസ്ലിം ഓഫീസർ ദാറ്റ് റാങ്ക് ഈസ് അൺഅവൈലബിൾ, എ മുസ്ലിം ഓഫീസർ ഓൺ ഇക്വാലന്റ് റാങ്ക് മേ ബി അപ്പോയിൻറ്റഡ്. ആ ഒരു പോസ്റ്റിൽ ഒരു മുസ്ലിം ഓഫീസറാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. ദ CEO മസ്റ്റ് ഫങ്ഷൻ ഇൻ കൺഫോമിറ്റി വിത്ത് ദ വഖഫ് ഡീഡ്, പർപ്പസ് ഓഫ് വഖഫ് ആൻഡ് മുസ്ലിം ലോ. മുസ്ലിം ലോവുമായി കുറച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് CEO നിർബന്ധമായിട്ടും ഒരു മുസ്ലിം ആയിരിക്കണം എന്നാണ് ഉണ്ടായിരുന്നത്. ദ ബിൽ റിമൂവ്സ് ദ റിക്വയർമെൻറ്റ് ഓഫ് CEO ടു ബി എ മുസ്ലിം. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള ആളുകൾ പോലും മുസ്ലിം ആവണമെന്ന് പറയുന്നില്ല. Under other religious and charitable endowment laws, administrative equivalent CEO is required belong to the respective religion. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഈ പറയുന്ന രൂപത്തിൽ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ CEO ആയിട്ട് വരുന്ന ആളുകൾ പോലും. അപ്പോൾ CEO നോൺ മുസ്ലിമാണ്. ഓൾറെഡി ട്രിബ്യൂണലിൽ ഒരു നോൺ മുസ്ലിം ഉണ്ട്. അതേപോലെ മറ്റുള്ള കമ്മിറ്റിയിൽ 2 നോൺ മുസ്ലിം ഉണ്ട്. ഈ പറയുന്ന ജില്ലാ കളക്ടറും ഇവരുടെ ആളുകളാണ്. ജില്ലാ കളക്ടറും CAയും ട്രിബ്യൂണലും ഒരു ടീമിന് അനുകൂലമായിട്ട് വന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റൂല. ഉദാഹരണം പറയാം, ഒരു ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ, കമ്മിറ്റിക്കാർ ഓരെന്നെ ആളാണ്, അമ്പയർ ഓരെന്നെ ആളാണ്, അല്ലേ? പിന്നെന്താ നടക്കൽ? ഔട്ട് വിളിക്കുമോ? ഒരിക്കലും വിളിക്കൂല, നോട്ട് ഔട്ട്. അപ്പോൾ വേറെ നമ്മൾ എവിടെ പോവും? കമ്മിറ്റിൻ്റെ അടുത്ത് പറയും, അയാൾ ഔട്ട് വിളിക്കുന്നില്ലറാ, അതെന്നെ ശരിയെന്ന്. ഇയാൾ അതിൻ്റെ തന്നെ ആളാണ്. അപ്പോൾ അതന്നെയാണ് ഇവിടെ ഇറക്കൽ. നമ്മൾ പരാതിയായിട്ട് അവിടെ പോയി കളക്ടർ അടുത്ത് പോയി, കളക്ടർ പറഞ്ഞ് ഇത് നിങ്ങളെ ഭൂമിയല്ല. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന C ആണ്. അവിടെ പോകുമ്പോൾ ഒരു ഗോവിന്ദൻ മാഷാണ്. അയാൾ പറഞ്ഞ് അത് കറക്റ്റ്, കളക്ടർ പറഞ്ഞത് തന്നെ ശരിയെന്ന്. തീർന്നില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒളി അജണ്ടകൾ. അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയായിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും റമദാൻ മാസം ആയതുകൊണ്ട് നല്ല വെയിലൊക്കെ വരുന്നുണ്ട്, അല്ലേ? കുറച്ചുകൂടി സംസാരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒന്നാകെ എല്ലാം ഭാര്യ വലിച്ചിട്ട് പറഞ്ഞെങ്കിൽ പണ്ട് മദ്രസയിൽ തജ്വീദ് പഠിപ്പിച്ച പോലെ ആവും, എന്തു തിരിയല. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഞാൻ പറഞ്ഞ വളരെ ലളിതമായിട്ട് പറഞ്ഞ ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഈ റമദാൻ മാസം നിങ്ങളെല്ലാവരും ഇന്ന് 15, റമദാൻ 15ആയി. ഇനി 15 ദിവസമോ 14 ദിവസമാണ് നമുക്ക് മുമ്പിൽ കിട്ടുക. എല്ലാവരും നല്ല രൂപത്തിൽ പരസ്പരം നന്മകളൊക്കെ ചെയ്ത്, നല്ല രൂപത്തിൽ പരസ്പരം സ്വതക്കകളൊക്കെ കൊടുത്ത് ആളുകളൊക്കെ റെഡിയായിട്ട് നിൽക്കുക. എന്നിട്ട് എല്ലാ ദിവസവും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പടച്ച തമ്പുരാനെ, നിങ്ങളെ കൂട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യുക, അല്ലേ? നിങ്ങളുടെ ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യുന്ന നല്ല മക്കളായിട്ട് നിങ്ങളെല്ലാവരും മാറണം. എല്ലാ മനുഷ്യരിലേക്കും നിങ്ങൾ പടരണം. ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കലൊരു നാട്ടിലൊരു സ്വാമി ഉണ്ടായിരുന്നു. അയാൾ ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഇങ്ങനെ ഉപദേശിച്ചിട്ട് കൂട്ടും. അങ്ങനെ ഒരു ദിവസം അയാൾ പറഞ്ഞു, ഞാൻ ഈ നാട് വിട്ട് പോവാണ്, അല്ലേ? ഈ നാട് വിട്ട് പോവുകയാണെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ നാട് വിട്ട് പോകാൻ വേണ്ടി തീരുമാനമായി. അയാൾ ഒരു ദിവസം എല്ലാവരും വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ പോവാണ്. പക്ഷേ അയാളുടെ മുമ്പിൽ
ഒരു വലിയ ഗ്ലാസ് പോലെയുള്ള ബക്കറ്റിൽ 4 ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. 4 ബക്കറ്റിൽ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. അയാൾ ആദ്യത്തെ ബക്കറ്റിലേക്ക് ഒരു മരത്തിൻ്റെ പാവ ഇട്ട് കൊടുത്തു, ഡോള് അല്ലേ, ബൊമ്മ, അത് ഒരു മരത്തിൻ്റെ ഇട്ട് കൊടുത്തു. രണ്ടാമത്തതിലേക്ക് അയാൾ എന്ത് ചെയ്തു, ഒരു ചളിമണ്ണിൻ്റെ ഇട്ട് കൊടുത്തു. മൂന്നാമത്തതിലേക്ക് അയാൾ ഒരു സ്പോഞ്ചിൻ്റെ ഇട്ട് കൊടുത്തു. നാലാമത്തതിലേക്ക് അയാൾ ഒരു പഞ്ചസാരൻ്റെ കൽക്കണ്ട കട്ടത്തിൻ്റെ സാധനമാണ് ഇട്ടത്. അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അയാളോട് ചോദിച്ചു, ഇതെന്താണെന്ന് ചോദിച്ചു. നിങ്ങളൊക്കെ നേതാക്കന്മാരായതുകൊണ്ട് ഞാൻ പറയാണ് അല്ലേ, നിങ്ങളൊക്കെ നേതാക്കന്മാരായ ആളുകൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അള്ളാഹു തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ, അമീറുൽ മുഅ്മിനീൻ എന്നൊക്കെയാണ് നിങ്ങൾ വിളിക്കുക. ഉമറാക്കളാണ് നിങ്ങൾ. ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഉത്തരവാദപ്പെട്ട ആളുകളാണ്. അപ്പം നേതാക്കളാവുന്ന ആളുകൾക്ക് ചില ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി നിർബന്ധമായിട്ട് നിങ്ങൾ പാലിക്കണം. ഒന്നും നിങ്ങൾ ഈ പറയുന്ന പോലെ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കണം, വിഷയങ്ങളെക്കുറിച്ച് അറിയണം, ആ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണം, എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലാൻ പറ്റണം, എല്ലാവരോടും സംസാരിക്കണം, എല്ലാവരെയും ചേർത്ത് പിടിക്കണം. അതൊക്കെ നമുക്ക് കഴിയണം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ ഇത് വെച്ചപ്പോൾ അയാളോട് ചോദിച്ചു, ഇതെന്താണ്? അപ്പോൾ അയാൾ ചോദിച്ചു, ഞാൻ ആദ്യത്തെ ബക്കറ്റിലിട്ടത് ഒരു മരത്തിൻ്റെ പാവയാണ്, എന്തെങ്കിലും മാറ്റം കണ്ടോ എന്ന് ചോദിച്ചു. ആൾ പറഞ്ഞു ഇല്ല. പറഞ്ഞു, ചില മനുഷ്യന്മാർ ഇങ്ങനെയാണ്, ഒരു ഗുണം ഉണ്ടാവില്ല, ജീവിക്കുന്നുണ്ട് അല്ലേ, ഒരു ഗുണം ഉണ്ടാവില്ല, എന്നാൽ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. അതാണ് ഈ മരത്തിൻ്റെ പാവ കൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചത്. രണ്ടാമത്തെ ഇത് ഞാൻ കളിമണ്ണിൻ്റെ, അതായത് ചേറിൻ്റെ പാവയാണ് ഇട്ടത്. നിങ്ങൾ കണ്ടില്ലേ, ഫുള്ള് വെള്ളം ആകെ ചേറായിപ്പോയി. അങ്ങനെ ചില മനുഷ്യന്മാരാണ്, ആകെ കൂടി എല്ലായിടത്തും കച്ചറാക്കി, ആടെയും പ്രശ്നമാക്കി. കമ്മിറ്റിയിൽ അണിച്ചിട്ട് ചോദിച്ചു, ഫസ്റ്റ് തന്നെ കമ്മിറ്റിക്കാരൻ ചോദിച്ചു, കണക്ക് പറയുന്നു. അയാൾ മര്യാദയ്ക്ക് കണക്ക് വായിക്കുന്നുണ്ട് അല്ലേ, കണക്കിങ്ങനെ വായിച്ച് തീരാൻ നേരത്ത് ഇയാൾക്ക് പറ്റിയില്ല, കണക്ക് പറയും. അപ്പോൾ ഇയാൾ എന്തോ ഒരെണ്ണം നോക്കി വെച്ച് വന്നിട്ടുണ്ടാവും അല്ലേ, ബസ്സിന് കൊടുത്ത 17 ഉറുപ്പ്യ, അത് ഇയാൾ നോക്കി വെച്ചിനി. എല്ലാം കഴിഞ്ഞു. ആ 17 ഉറുപ്പ്യയുടെ കൊടുത്തത് എന്നാൽ കമ്മിറ്റി കൂടുതൽ ഒരാഴ്ച മുമ്പ് പോയി ചോദിച്ചാൽ പോരെ, ഇങ്ങനൊരു പരാതി ഞങ്ങൾക്ക് ഉണ്ടെന്ന്. ഞാൻ ഈ അടുത്തൊരു പള്ളിയിൽ റിട്ടേണിംഗ് ഓഫീസറായിട്ട് പോയിട്ട് എല്ലാം കഴിഞ്ഞ് മീറ്റിംഗ് ഒക്കെ തീരുന്ന പുതിയ കമ്മിറ്റിയെ പ്രഖ്യാപിക്കാൻ നേരത്തെ ഒരാൾ എണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഉമ്മ എൻ്റെ പേരിലുള്ള 1 പവൻ സ്വർണം ഞാനെന്താണ് സംഭാവന കൊടുത്തിരുന്നു, അത് ഇതിൽ വായിച്ചില്ല. അപ്പോൾ കണക്ക് വേഗം മറിച്ച് നോക്കി, സംഭവമുണ്ട്, അയാൾ കൊടുത്ത 1.5 പവൻ അത് വിറ്റിട്ടുണ്ട്, അതിൻ്റെ ബില്ലുണ്ട്, അതിൻ്റെ ബില്ലെന്താണ് ഇതിലെന്താണ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാൾ അത് കിട്ടിയ സ്വർണത്തിൽ നിന്നുള്ള പൈസയാണെന്ന് വായിക്കാൻ മറന്നുപോയി അല്ലേ, അപ്പോൾ ഇയാളെന്താണ് എല്ലാം കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. ആ കണക്ക് അവതരിപ്പിക്കുമ്പോൾ മെല്ലെ ചോദിച്ചാൽ ചിലപ്പോൾ പ്രശ്നം തീരും. പക്ഷേ ഇയാൾ ചോദിക്കലോട് കൂടി ബാക്കിയുള്ളവർ എണീട്ട് ഭയങ്കര പ്രശ്നം, പൊന്ന് കെട്ട് എന്ന് പറഞ്ഞിട്ട് പുതിയ കമ്മിറ്റിയെ പ്രഖ്യാപിക്കാൻ നിൽക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളതല്ല നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇത് വലിയ സംഭവമൊന്നും അല്ലല്ലോ, എല്ലാവരും ഒരുമിച്ച് കൂടി കൊണ്ടുപോകുന്നതല്ലേ. ചെറിയ പാകപ്പിഴവുകളൊക്കെ ഒരു മനുഷ്യൻ എഴുതുന്നതാണ്. ആളുകൾക്കൊക്കെ അങ്ങനെ ഉണ്ട്, ധാരണയുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്, നമ്മളെ കുറേ പള്ളിയിലൊക്കെ ഉള്ള ഉസ്താദുമാർ കമ്മിറ്റിക്കാരൊക്കെ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നുണ്ട്. പല ആവശ്യങ്ങൾക്കൊന്നും ഓരോ വണ്ടി എടുത്തിട്ടാണ്, ഓരോ വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ടാണ് പല കാര്യങ്ങൾക്ക്. ആരെങ്കിലും ടീ എടുക്കലുണ്ടാ, ഒന്നുമില്ലല്ലോ. അപ്പം നല്ലത് ചെയ്യുന്ന ആളുകൾ നമ്മൾ അംഗീകരിക്കണം. സമസ്തൻ്റെ പരിപാടിക്ക് കുറേ ആളുകൾ പോകുന്നുണ്ട്, എത്രയോ ആജിക്കാമാരുടെ വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെയുള്ള കുറേ ആജിക്കാമാരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. അള്ളാഹു അവരൊക്കെ നിലനിർത്തി കൊടുക്കുമാറാവട്ടെ, അവരുടെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്ത് ഏറ്റി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ അതൊക്കെ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ള ചില മനുഷ്യന്മാർ എല്ലാം കൊളാക്കുന്ന ആളുകൾ. മൂന്നാമത്തെ ആളുകളെ ചോദിച്ചാൽ ഇതെന്താണ്, പഞ്ഞിൻ്റെ പൂമ്പാറ്റ, അത് ഇട്ടപ്പോൾ അതിലെല്ലാ വെള്ളവും ഈ പഞ്ഞിക്ക് പോയി. അപ്പോൾ ചില മനുഷ്യന്മാർ ഇങ്ങനെയാണ്, എല്ലാം കൈക്കോട്ട് പോലെ ഇങ്ങോട്ട് വരട്ടെ അങ്ങോട്ട് എന്തുമില്ല അല്ലേ, ഞങ്ങൾക്ക് കിട്ടിയിട്ടാ. പള്ളി കമ്മിറ്റി ഒരു റിലീഫ് കൊടുത്ത് അപ്പോൾ മഞ്ച് പരാതി പറയും, ഞങ്ങൾക്ക് കിട്ടിയിട്ടാന്ന്. ഓൻ്റെ പേരിൽ വലിയ ഫോർച്യൂണർ കാർ നിർത്തിയിട്ടുണ്ട്, അവനാണ് പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടിയിട്ടാണ്. അവൻ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ അങ്ങനെ ജീവിച്ച ആളാണ്. നിയമത്തുണ്ടായിട്ടും നിയമത്തനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത ആളാണ്. ബഹീലായിട്ട് ജീവിക്കും, അവസാനം മരിച്ചിട്ട് പോകും. എന്ത് ഗുണം? ഒന്ന് മക്കത്തെല്ലാം പോയി, മദീനത്തൊക്കെ പോയി, റൗളൊക്കെ കണ്ട് അല്ലേ, സമയമുണ്ടെങ്കിൽ ആ ത്വായിഫും അതേ ഉഹുദും ഇതൊക്കെ കണ്ടിട്ടൊന്ന് ആസ്വദിച്ചിട്ട് വരണ്ടേ അല്ലേ. അള്ളാഹു നിയമത്തൊന്ന് അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ പോകണം. സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്ഥാപനത്തിലേക്ക് കൊടുക്കണം. ചില ഉസ്താദുമാരൊക്കെ വരും, വെള്ളിയാഴ്ച ഉറുദിക്ക് കുട്ടികൾ വരും, എന്തെങ്കിലും ഒരു 10 ഉറുപ്പ്യെങ്കിൽ 10 ഉറുപ്പ്യ കൊടുക്കണം. ആ കുട്ടികൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അങ്ങനെ ഉറുദിക്ക് പോയി സംസാരിക്കാൻ പഠിച്ച ആളുകളാണ് പലരും. വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ വരുമ്പോൾ ഒരു 100 ഉറുപ്പ്യ പോക്കറ്റിലിട്ടിട്ട് വരിക, ചില്ലറാക്കിയിട്ട് കൊണ്ടുവന്നാൽ മതി. കുറേ ഉണ്ടാവും, സഹചാരിൻ്റെ ഫണ്ട് ഉണ്ടാവും, വേറെ ഫണ്ട് ഉണ്ടാവും, ഓരോന്നിനും ഒരു 10 ഉറുപ്പ്യ കൊടുക്കുക. അതുകൊണ്ട് ഒരു നഷ്ടവും വരാനില്ല. ആ 100 രൂപ കൊടുത്തുകൊണ്ടായിരിക്കും സ്വതക്കത്തു റദ്ദുൽ ബലാ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തടയുന്നത് സ്വതക്കയാണ്. അതുകൊണ്ട് കൊടുക്കണം, സ്ഥാപനങ്ങൾക്ക് കൊടുക്കണം അല്ലേ. നിങ്ങളൊരു ബിൽഡിംഗ് എടുക്കുന്നുണ്ട് വെച്ചാൽ 4 ആൾ കൂടിയിട്ട് ഒരു ബിൽഡിംഗ് എടുത്ത് ഒരു അറബിക് കോളേജിന് ഒരു ക്ലാസ് റൂം നിങ്ങളുടെ വക സംഭാവനയായി കൊടുത്തു. യാ അല്ലാഹ്, അതിൻ്റെ കൂലി എത്രയാണ്? അവസാന കാലം വരെ, ഖിയാമത്ത് നാളിൻ്റെ ഇസ്രാഫീൽ കാഹളത്തിൽ ഊതുന്നത് വരെ നിങ്ങൾക്ക് അതിൻ്റെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും.
ഒരാളൊരു ബോർ കുഴിച്ചിട്ട് കൊടുത്തൊരു കോളേജിന്, അതിന് എത്ര ആളുകൾ വെള്ളം കുടിക്കുന്നുണ്ട്, അതിൻ്റെ കൂലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാളൊരു കിണർ വെട്ടിക്കൊടുത്തു, ഒരാളൊരു ബെഞ്ച് കൊടുത്തു. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന ഉസ്താദുമാരൊക്കെ പാവങ്ങളാണ്. ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്, ഓരൊക്കെ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുമ്പോൾ നിങ്ങളെ കയ്യിലുള്ളത് കൊടുക്കണം, അതിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടേണ്ടി വരില്ല, അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അപ്പോൾ സ്ഥാപനങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ഉണർത്തണം. നമ്മുടെ ശംസുൽ ഉലമ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ പേരുള്ള സ്ഥാപനമാണ്. ആരായിരുന്നു ശൈഖുനാ ശംസുൽ ഉലമ എന്ന് പറയേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള മഹാനുഭാവനാണ് ശൈഖുനാ ശംസുൽ ഉലമ. എൻ്റെ ജീവിതത്തിലും വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ കാലത്ത് പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കാത്തത് കൊണ്ടും എല്ലായിടത്തും ലൈവ് ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ പറയലില്ല, അല്ലേ? പറഞ്ഞപ്പോൾ ആളുകൾ പറയും അത് കളവാണ് പറയുന്നത്. തമാശക്ക് പോലും ചിലപ്പോൾ ശംസുൽ ഉലമ കറാമത്ത് കാണിച്ചിട്ടുണ്ട്. ഞങ്ങളൊരിക്കൽ ഒരു പരിപാടി കഴിഞ്ഞിട്ട് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി. ആ ട്രെയിൻ കയറിയപ്പോഴാണ് അറിഞ്ഞത് അതിൻ്റെ അടുത്ത സ്റ്റോപ്പ് ഗോവയിലാണ്. പെട്ടില്ലേ? അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തം പറഞ്ഞു, നമുക്ക് എന്തായാലും ശംസുൽ ഉലമയുടെ മേലൊരു ഫാത്തിഹ ഓതി. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ 2 കിലോമീറ്റർ അപ്പുറത്ത് ട്രെയിൻ സ്റ്റോപ്പായി. എന്തെന്നറിയില്ല. നമ്മൾ ഇറങ്ങി. 2 കിലോമീറ്റർ നടന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ഇറങ്ങലും ട്രെയിൻ പോലും എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. എന്നാലും നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളാണ്. എത്ര ആളുകൾ അവിടെ വരുന്നുണ്ട്, എത്ര ആളുകൾ അവിടെ ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് വന്നാൽ ശൈഖുനാ ശംസുൽ ഉലമയെ മനസ്സിൽ ധ്യാനിച്ചിട്ട് കരുതിയിട്ട് ഒരു ഫാത്തിഹ ഓതിയാൽ അതിന് ഫലമുണ്ടാകും, ഒരു സംശയവും വേണ്ട. അപ്പോൾ സമയമുള്ള ആളുകളൊക്കെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യനെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് കാറൊക്കെ എടുത്തിട്ട് ഒരു ദിവസം കോഴിക്കോടൊക്കെ പോയി, കോഴിക്കോട് ശൈഖുനാ ശംസുൽ ഉലമയുടെ ചാരത്ത് പോയി, ഇടിയങ്ങര ശൈഖിൻ്റെ പള്ളിയിൽ പോയി, ബീച്ചിലൊക്കെ പോയിട്ട് കുറച്ച് ആപ്പിളും മുന്തിരിയൊക്കെ തിന്നിട്ട് ആസ്വദിച്ചിട്ട് വരണം, അല്ലേ? ഓളെ മക്കളെല്ലാം കൊണ്ടുപോകണം, അപ്പുറത്തെ വരക്കാരിനെ മാത്രം കൊണ്ടുപോയി പോരാ, അല്ലേ? ചില ആൾ ഉള്ളിലുണ്ടാവും, പെരൻ്റെ ഉള്ളിൽ. ഓള് പറയും ഒരിക്കൽ സ്റ്റോറിലേക്ക് പോയിട്ട് വരും, ഞങ്ങക്കയ്യപ്പാ പീടൊക്കെ വെച്ചാൽ ഞങ്ങക്കയ്യാന്ന്. അപ്പുറത്തെ ഇഞ്ഞ വിളിക്കലും കിഞ്ഞിട്ട് പായലും, എടുക്ക് വേണ്ടിയത് ഞാൻ പോവാ, അല്ലേ? ഭയങ്കര സന്തോഷത്തിൽ പോകുന്ന ആളുകൾ. ഓളോട് മുണ്ടന്നെ ഇല്ല, വയസ്സായി. ശരി, നമുക്ക് വയസ്സായി, എത്ര വയസ്സായി, നിങ്ങൾ ഓളന്നല്ലേ, ഒരു മുത്തല്ല കൊടുക്ക്, എന്തായിപ്പോന്ന് നിങ്ങൾ ഇന്ന് പോയിട്ട് ഇപ്പൊ ഇന്ന് കൊടുക്കണ്ടാവേ, നോമ്പ് കുറിച്ചിട്ടുണ്ടാവും, 2 മാസം നോക്കേണ്ടി വരും. ഉസ്താദ് പറഞ്ഞ ആവേശത്തിന് ഇന്നെ പോയിട്ട് കെട്ടിപ്പിടിച്ചിടാന്ന്. യാള്ള പണ്ടാത്ത പഠിക്കണ്ട, നോമ്പ് തുറയോളം ശമിച്ചിട്ട് നിന്നിരി, അല്ലേ? ചില ആള് മൂരി പോലെയാണ്, മുറ്റത്ത് തന്നെ കാല് വരച്ചിട്ട് പായുന്നതാണ്. നോമ്പിന് ചില ആൾ പൊരലിക്കലില്ല. പൊരലൊന്നും ശരിയാവില്ല ആശ, അത് കാലത്തേന്ന് ഭാര്യ പോലെ പൊരല നിൽക്കലില്ല, പൊരലുന്ന പ്രശ്നമാണ്. അപ്പൊ ഭാര്യമാരെ സ്നേഹിക്കണ്ടേ നിങ്ങൾ? പിന്നെ ഓർക്ക് ആരാണുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ കല്യാണം കഴിച്ച് ഇല്ലേ? നിങ്ങളെ ഉപ്പ ഉമ്മ കുറേ കൊല്ലം മുമ്പ് മരിച്ച്, അള്ളാഹു അവരുടെയൊക്കെ കബറിടം സ്വർഗീയ പൂങ്കവനമാക്കി കൊടുക്കാറുണ്ട്. നിങ്ങളെ ഭാര്യയും നിങ്ങളുമായി, മോന് കല്യാണം കഴിഞ്ഞ് ഓന് പോയി, മോള് കല്യാണം, അവസാനം നിങ്ങൾ 2 മാത്രമേ ഉണ്ടാവുള്ളൂ. തൊണ്ടനും തൊണ്ടിയും മാത്രം ബാക്കിയാവും. അപ്പൊ ഈ തൊണ്ടനും തൊണ്ടിയും തമ്മിലൊരു പ്രണയമുണ്ട്. ഒരുമിച്ചിരിക്കണം, സംസാരിക്കണം, ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണം. പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ മോളോട് ചോദിക്കണം, എനിക്കെന്താ ഡ്രസ്സ് വേണ്ടത്, അല്ലേ? ഇത് നമ്മൾ ചോദിക്കൂല, നമ്മളൊരു കീറിയ പോലത്തെ നെറ്റ് കൊണ്ടുപോയി കൊടുക്കും. നല്ല ഡ്രസ്സ് കൊണ്ടുകൊടുക്ക്, സാരമില്ല, അവരും സന്തോഷിക്കട്ടെ, അല്ലേ? പെരുന്നാളിനൊന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞൊരു ഫോട്ടോ ഒക്കെ എടുത്ത്, മക്കളും പുള്ളിമക്കളൊക്കെ വരുമ്പോൾ അവരോടൊക്കെ ഒരു രസകരമായി ഉപ്പപ്പമാരൊക്കെ പിള്ളേരൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവരെ കവിളിലൊക്കെ ഒരു മുത്തമൊക്കെ കൊടുത്തിട്ട് ഭയങ്കര രസം ഉണ്ടാവട്ടെ. പിള്ളേർക്ക് തോന്നണം ഈ ഉപ്പപ്പ, അല്ലേ? അപ്പോൾ എനിക്ക് തോന്നണം ഒരു കോളേജിൽ പഠിക്കാൻ പോയി, അപ്പോൾ ആരെങ്കിലും ഒരുത്തനോട് കുരുത്തക്കടാക്കാൻ വേണ്ടി പറയാൻ, അല്ലെങ്കിൽ നീ കഞ്ചാവ് ഉപയോഗിക്കടാ, അല്ലെങ്കിൽ നീ ലഹരി ഉപയോഗിക്കടാ എന്ന് പറയുമ്പോൾക്ക് ഓന് പറയണം, ഇല്ല എൻ്റെ ഉപ്പപ്പാക്ക് പൊരുത്താവില്ല, എൻ്റെ ഉപ്പപ്പാക്ക് എന്നോട് ഒരു പിരിസാണ്, അതില്ലാണ്ടാക്കാൻ എനിക്ക് ഇഷ്ടം ഉണ്ടാവില്ല, ഓൻ പോവില്ല. എൻ്റെ ഉപ്പയാ മോനെ, എൻ്റെ ഉപ്പ എന്നെ പോറ്റുന്ന കഷ്ടപ്പാട് എനിക്കറിയും, ഞാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളോടെ സ്നേഹിക്കണം, ഓരെ ചേർത്ത് പിടിക്കണം. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ പുതിയ കാലത്ത് അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കിയിട്ട് നിങ്ങളെല്ലാവരും നല്ല നേതാക്കന്മാരാണ്, നല്ല ആളുകളാണ്, മക്കളൊക്കെ സ്നേഹിച്ചിട്ട് നല്ല രൂപത്തിൽ ജീവിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എന്ത് പ്രതിബന്ധങ്ങളുണ്ടായാലും, അല്ലേ? ഇസ്ലാം ഹർ കർബല കെ ബാദ് സിന്ദു ഹോത്തായേ, അത് വളരുക തന്നെ ചെയ്യും. അതിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അത് അള്ളാഹുവിൻ്റെതാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അത് അള്ളാഹുവിന്റെ മതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല 1,24,000 അംബിയാ മുർസലീങ്ങളിലൂടെ ഈ ലോകത്തേക്ക് പറഞ്ഞേച്ചിട്ടുള്ള മതമാണ്. അവരാണ് ഇതിനെ പ്രചരിപ്പിച്ചത്. അള്ളാഹുവാണ് പടച്ചത്. അവിടുത്തെ ആളുകളോട് നിസ്കരിക്കാനും അവനനുസരിച്ച് ജീവിക്കാനും ആ മതത്തിന്റെ അനുയായികളോട് ബോധ്യപ്പെടുത്തി കൊടുത്തത് അള്ളാഹുവാണ്. അത് അള്ളാഹുവിന്റെ മതമാണ്. അത് കാലങ്ങൾ എത്ര പോയാലും, കാലത്തിന്റെ അതിവിദൂരമായ ഒടിവുകൾക്കും ചെരിവുകൾക്കും അപ്പുറത്ത് എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും,
എത്ര വലിയ വിമർശനങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ യാതനകളും വേദനകളും ഉണ്ടായാലും അതിനെയെല്ലാം മറികടന്ന് ഈ ദീനുൽ ഇസ്ലാം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അത് ഉറപ്പാണ്, അതിലൊരു സംശയവുമില്ല. അതുകൊണ്ട് സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുക പ്രിയപ്പെട്ടവരെ, ഹക്കിന്റെ ഭാഗത്ത് നിൽക്കുക പ്രിയപ്പെട്ടവരെ. ഈ കലികാലത്ത്, നന്മകൾ നഷ്ടമായി പോകുന്ന കാലത്ത്, തിന്മകൾ നന്മക്ക് മുകളിൽ താണ്ഡവമാടുന്ന കാലത്ത്, മനുഷ്യൻ മനുഷ്യനെ മറന്നു പോകുന്ന കാലത്ത്, കൊന്നവൻ അറിയുന്നില്ല ഞാൻ എന്തിനാണ് കൊന്നതെന്ന്, കൊല്ലപ്പെട്ടവൻ അറിയുന്നില്ല ഞാൻ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന്, പരസ്പരം അക്രമത്തിലൂടെ കടാരകൾ കയ്യിലെടുത്ത് ബാപ്പയുടെ അടുക്കൽ പോയി കൊത്തുന്നവൻ, ബാപ്പയെ തല്ലുന്നവൻ, കഞ്ചാവ് വലിച്ചു വന്നിട്ട് മാതാവിന്റെ അടുക്കൽ പോയി ലൈംഗിക ആവശ്യം ഉന്നയിക്കുന്നവൻ, അധർമ്മങ്ങൾ കൊടികുത്തുന്ന കാലത്ത്, നന്മക്ക് മുകളിൽ തിന്മകൾ മനോഹരമായി വളർന്നു വരുന്ന കാലത്ത്, പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ ഈമാൻ ഉണ്ടാക്കണം, നിങ്ങൾ ഈമാൻ ഉണ്ടാക്കണം. എന്റെ ഈമാൻ കൊണ്ട് മാത്രമാണ് നമുക്ക് നിൽക്കാൻ കഴിയുക എന്ന ബോധ്യമുണ്ടാവണം. ആ ബോധ്യത്തിൽ നിന്നാണ് ഈ ദീൻ വളർന്നു പോവുക. അതങ്ങനെ തകർന്നു പോവില്ല. അതിലാരും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ കാണുന്ന ആകാശവും ഭൂമിയും സൂര്യനും നക്ഷത്രവും ചന്ദ്രനും എല്ലാം ഉണ്ടാക്കിയത് അള്ളാഹുവാൻ. അള്ളാഹു റബ്ബുസ് സമാവാതി വൽ അർദ്, അള്ളാഹുവാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അള്ളാഹ്ക്ക് എന്താണ് യാതൊരു ബേജാറുമില്ല. ബേജാറ് ഞമ്മക്കാണ്, ഞമ്മക്ക് ഈമാനില്ല, അതുകൊണ്ട് നമുക്ക് ബേജാറാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ആ ദീനിൻ്റെ താഅത്തിലായി ജീവിക്കാൻ മുമ്പോട്ട് വരിക. ഒരുപാട് ആളുകൾ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്ന ഒരുപാട് പ്രായമുള്ള ആളുകൾ, ഈ ജമയത്തുൽ മുഅല്ലിമീൻ്റെ ഭാരവാഹികൾ, അതേപോലെ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, അതേപോലെ സമസ്തയുടെ ഭാരവാഹികളായിട്ടുള്ള ഉസ്താദുമാർ, ഉമറാക്കൾ, ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട വാപ്പമാരൊക്കെയുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നീ ആരോഗ്യമുള്ള ദീർഘായുസിന് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം, യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം, യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വൽ ഇക്റാം. പടച്ച തമ്പുരാനെ, അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ നീട്ടിക്കൊടുക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ സന്തോഷത്തെ നൽകണേ അല്ലാ. ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകണേ അല്ലാ. നിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇസ്സത്തിനെ ബാധിക്കുന്ന ഒരു വിഷയത്തിലാണ് റബ്ബേ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. ഞങ്ങളെല്ലാവരും ആ ഇസ്സത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി കൂടിയ ആളുകളാണ് തമ്പുരാനെ. അതുകൊണ്ട് നീ വിജയിപ്പിക്കണേ അല്ലാ, നീ വിജയിപ്പിക്കണേ അല്ലാ. ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. പരസ്പരം ഒരുമിച്ച് നിന്ന് ഒരമ്മ പറ്റ മക്കളെപ്പോലെ, ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ